ഭാഗവതത്തിലെ ഏത് കഥയായാലും ആ കഥയുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കഥ പറയാൻ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യനെ പൂർണ്ണതയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതെപ്പോഴും ഓർക്കണം. ഈ ഫ്രെയിമിൽ ഇരുന്നിട്ട് വേണം ഭാഗവതത്തെ കേൾക്കാൻ. അതായത് മനുഷ്യനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക. അപ്പം നമ്മൾ മഹാബലിയുടെ കഥ കണ്ടു നേരത്തെ. അപ്പം നമ്മൾ ഈ സുതലം എന്നൊക്കെ പറയുമ്പോൾ അതൊരു സ്ഥലമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് സുതലം ശ്രേഷ്ഠമായ തലം, അതിൻ്റെ സൂക്ഷ്മമായ ഒരു അർത്ഥം പഠിക്കണം. ഈ സ്ഥൂല കഥയ്ക്ക് പിന്നിൽ ഒരു സൂക്ഷ്മാർത്ഥം ഗ്രഹിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ഈ കഥയുടെ പിന്നാലെ പോവും. അപ്പം മഹാബലി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മഹാബലി എന്ന് പറഞ്ഞാൽ തന്നെ ബലി ചെയ്യുക. ഇപ്പം എവിടെയാ ബലി? ഇത് വല്ല നരബലി പോലെയാണോ? ഇത് നരബലി പോലെ വല്ല ബലിയാണോ? അല്ല. അപ്പം ഞാനെന്ന ഭാവം ഇല്ലാതാക്കുന്നതാണ് ബലി, അല്ലേ? ബലി ചെയ്യുക പറഞ്ഞാൽ ഇല്ലാതാക്കുക. ഇപ്പം ഞാനെന്ന ഭാവം എങ്ങനെയാ പോവുക? ഭഗവാനിൽ ഞാനെന്ന ഭാവത്തെ സമർപ്പിക്കുക. അപ്പം ശിരസ് കുനിച്ച് ഭഗവാൻ പാദം വെച്ചു എന്ന് പറഞ്ഞാൽ എന്തർത്ഥം എടുക്കണം? അപ്പം സൂക്ഷ്മമായിട്ട് നമ്മൾ ചിന്തിക്കണം. നാമമാകുന്ന ഭഗവാനിൽ തന്നെ കൂടെ വന്നില്ല. നാമമാകുന്ന ഭഗവാനിൽ തന്നെ സമർപ്പിച്ചു. അത് തന്നെ മഹാബലി. അങ്ങനെ മഹാബലി 2 അടി ഭഗവാൻ അളന്നെടുത്തു എന്നൊക്കെ പറയുമ്പോൾ എന്തർത്ഥം എടുക്കണം? ഭഗവാൻ 2 രൂപത്തിലാണ് നമ്മുടെ കൂടെയുള്ളത് എന്ന് പറയും. അന്തപുരുഷരൂപേണ കാലരൂപേണയോ ബഹി. എവിടെയാണത്? തൃതീയ സ്കന്ധം 26-ാം അധ്യായം 24-ാം ശ്ലോകം. അവിടെ പറയും അന്തപുരുഷരൂപേണ കാലരൂപേണയോ ബഹി. വേണ്ട. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയും 10-ാം അധ്യായം ഗീത, കാലോസ്മി ലോകക്ഷയകൃത് പ്രബുദ്ധോ. ഞാൻ കാലരൂപത്തിൽ. ഭഗവത്ഗീത 10-ാം അധ്യായം 20-ാമത്തെ ശ്ലോകം കൃത്യം ഓർമ്മ വരുന്നില്ല. തപ്പി നോക്കിയ കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃത്തോ. കിട്ടിയോ? 11:32. ഓക്കെ, സോറി 11:32. 11:32 ചൊല്ലു. കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃത്തോ. ചൊല്ലു. ഏ അവസ്ഥിത, ഏ അർജുന, ഞാൻ കാലമാകുന്ന ശക്തി കൊണ്ട് ഇവരെയൊക്കെ ഹതോസ്മി, ഞാൻ ശരിയാക്കിയിരിക്കണം. നീ വെറും ഒരു നിമിത്തം മാത്രമാണ്. അപ്പൊ കാലമാകുന്ന ഭഗവാൻ 2 അടി കൊണ്ടെല്ലാം അളക്കും. എന്താണ് കാലത്തിൻ്റെ 2 അടി എന്ന് പറഞ്ഞാൽ? കാലത്തിൻ്റെ 2 അടി, കാലത്തിന് 2 അടിയാണുള്ളത്. കാലത്തിൻ്റെ 2 അടി എന്താണ്? നമ്മൾ മനസ്സിലാക്കണം. കാലം എന്ന് പറയുന്നത് അടുപ്പിക്കുകയും പറയൂ അകലും. അങ്ങനെ ഒരു ജനനവുമുണ്ട്, മരണവുമുണ്ട്. സുഖമുണ്ടോ, ദുഃഖമുണ്ട്. ജയമുണ്ടോ? ഈ 2 അടി കൊണ്ട് കാലം നമ്മളിൽ നിന്ന് പലതും അപഹരിക്കും. അല്ലെങ്കിൽ കാലത്തിൻ്റെ മറ്റൊരു വ്യാഖ്യാനം പറയുകയാണെങ്കിൽ, കാലം നമ്മളെ ഈ ചക്രത്തിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ അറിയുന്നില്ല കാലം നമുക്കെന്താണ് തരുന്നത് എന്ന്. എല്ലാം നമ്മളിൽ നിന്നും അകറ്റി അവസാനം നമ്മളെ ഈ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തുക. ഇപ്പം കാലം നമ്മളെ കൂടെ 2 അടി കളന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് അകറ്റുക, 2 വേർപ്പെടുത്തുക. അകറ്റി അവസാനം പറയൂ, അങ്ങനെ ഉണ്ടോ? ഒരളവ് നടക്കുന്നുണ്ടോ? ഒരളവ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല. അളവ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ?
ശരീരത്തിൽ നിന്ന് നമ്മളെങ്ങനെ അകറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടോ, ഒരു ദിവസം നമ്മളെ ഇതിൽ നിന്ന് ഏർപ്പെടുത്തി കളയും. കാലം അളക്കും. മനസ്സിലാവുണ്ടോ? എന്നാൽ ഇതിലൊന്നും മാനസികമായി തളരരുത്. അതിനെന്ത് വേണം? നാമമാകുന്ന ഭഗവാനിൽ മനസ്സിനെ, അതാണ് മഹാബലി. അപ്പൊ ഏത് ലോകം കൊടുക്കും? സുതലം. അപ്പൊ ഏതാ സുതലം? ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. ഉപബോധ മനസ്സിലേക്ക്, ഉപബോധാണോ? അവബോധ മനസ്സിലേക്ക് ഭഗവാൻ ഉയർത്തും. അത് തന്നെ സുതലം. എന്നാൽ സുതലത്തിലേക്കല്ല നമുക്ക് എത്തേണ്ടത്. സുതലത്തിലേക്ക് എത്തിയാൽ ഉറപ്പാണ് ബ്രഹ്മനിർവാണം. ആരിലേക്ക് എത്തും? ഭഗവാനിലേക്ക്. അതിനെ പറയാ സ്വധാമം എന്ന് പറയും. എന്താണ്? ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തിച്ചേരും. ഇങ്ങനെയൊക്കെ പറയുമ്പം ടെക്നിക്കൽ ലാംഗ്വേജ് ആണ്. പൂർണ്ണ ബോധത്തിലേക്ക് എത്തിച്ചേരുന്ന അർത്ഥം. ഏത് കഥകളും മനുഷ്യനെ പൂർണ്ണബോധത്തിലേക്ക് എത്തിക്കാനുള്ളതാണ്. അത് മറക്കരുത്. ഇനി നമ്മൾ കാണുന്നത് മത്സ്യാവതാര കഥയാണ്. എനിക്ക് നിങ്ങളോടൊക്കെ ഉള്ള റിക്വസ്റ്റ്, ഇത് ശരിയായ വിധത്തിൽ നമ്മൾ കുട്ടികളെ പറഞ്ഞ് പരിചയപ്പെടുത്തണം. കാരണം സ്കൂളുകളിൽ കുട്ടികളിൽ പഠിക്കുന്ന ഒരു ബയോളജി പഠിക്കുന്ന സബ്ജക്റ്റാണ് ഡാർവിൻ തിയറിയുടെ എവല്യൂഷൻ. പരിണാമം കേട്ടില്ലേ? എന്നാൽ ശരിക്കും എന്താണ് പരിണാമം എന്നത് മത്സ്യാവതാരത്തിലൂടെ നമുക്ക് പഠിക്കാം. ഈ മത്സ്യാവതാരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ 10 അവതാരങ്ങളുടെ ആരംഭത്തിലുള്ള അവതാരമാണ് ഇത്, മത്സ്യാവതാരം. വാസ്തവത്തിൽ ഭാഗവതം ദശാവതാരത്തിന്റെ കഥയല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ഭാഗവതത്തിൽ എത്ര അവതാരങ്ങളുണ്ട്? അവതാരാഹി അസംഖ്യേയ ഹരേ സത്വനിദേത്വിജ യഥാവിദാസിന കുല്യ സരസ്യു സഹസ്രച. 1-ാം സ്കന്ധം 3-ാം അധ്യായം 26-ാം ശ്ലോകം. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് അവതാരാഹി അസംഖ്യേയ. അവതാരങ്ങൾ അസംഖ്യമാണ് എന്ന് വെച്ചാൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല. പാവം മുസ്ലിം മതത്തിലൊക്കെ പറ്റിയെന്ന് വെച്ചാൽ ഒരാളെ വന്നിട്ടുള്ളൂ ആകെ, അതോടുകൂടിയൊക്കെ കഴിഞ്ഞു എന്നാണ്. ഹിന്ദു മതത്തിന് അങ്ങനെ ഒരു കുറവില്ല. നമോസ്ത്വനന്തായ സഹസ്രമൂർത്തയെ സഹസ്രപാദാക്ഷി ശിരോരുവാഹവേ സഹസ്രനാമിനേ സഹസ്ര കോടിയുഗധാരിണേ നമ. കോടിയുഗം. അപ്പൊ നോക്കൂ, ഭാരതത്തിന്റെ ഈ കാഴ്ചപ്പാട്, അതാണ് ഈ ഇസ്ലാം മതത്തിൽ ഒരു പല വിഭാഗങ്ങൾ വന്നത്. അവരുടെ ഈ വാങ്ക് വിളിക്കുമ്പോൾ നിങ്ങൾ കേട്ടില്ല, ഇങ്ങനെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വെച്ചാൽ ആകെ ഒരു പ്രവാചകൻ ഉള്ളത് ആര് മാത്രമേ ഉള്ളൂ? മുഹമ്മദ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇഷ്ടം മാതിരിയാണ്, എത്ര വേണം അത്രയുണ്ട്, ഇല്ലേ? കേരളത്തിൽ തന്നെ സ്പെഷ്യൽ ആൾക്കാർ വന്നിരിക്കുകയാണ്. അയ്യപ്പസ്വാമി കേരളത്തിന്റെ സ്വന്തം മണികണ്ഠനല്ലേ? ആണോ? പിന്നെയുണ്ട് കേരളത്തിൽ സ്വന്തം ആരാണ്? ഗുരുവായൂരപ്പൻ കൃഷ്ണൻ തന്നെയാണ്. നമ്മൾ ഗുരുവായൂരായതുകൊണ്ട് ഗുരുവായൂരപ്പൻ എന്ന് വിളിക്കണമെന്ന് മാത്രം. അതിപ്പോ അങ്ങനെയാണെന്ന് വെച്ചാൽ അമ്പലപ്പുഴ ഇല്ലേ? കേരളത്തിന് മാത്രം വേറെ ആരെങ്കിലും ഉണ്ട് അയ്യപ്പനെ പോലെ? ഉണ്ട്. മുത്തപ്പൻ ശിവന്റെ അവതാരാണ്. പക്ഷെ ശിവനിൽ നിന്ന് വ്യത്യാസമാണ്. കാരണം മുത്തപ്പന് ലേശം കള്ളൊക്കെ വേണം. അവിടെ പോകുന്നവരെന്താ കൊണ്ടുപോവുക? കേട്ടില്ലേ? നിങ്ങൾ പോയിട്ടുണ്ടോ അവിടെ? ആരെങ്കിലും പോയിട്ടില്ലേ? മുത്തപ്പൻ കള്ളൊക്കെ കൊടുക്കും. അവിടെ കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കൃത്യം ഒരു ഓർമ്മയിൽ ബോധത്തിൽ നിന്നല്ല പറയാം, എൻ്റെ കേട്ടറിവുള്ളൂ എനിക്ക്. ഞാനവിടെ പോയിട്ടുണ്ട്, പക്ഷെ എനിക്കങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ യാത്രക്കിടയിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറിപ്പോയി മാത്രം. പോട്ടെ. പിന്നെ അങ്ങനെ കുറേ പേര്. അപ്പം അവതാരാഹി അസംഖ്യേയ. അവതാരങ്ങൾക്ക് യാതൊരു കുറവില്ല. നമ്മൾ ഈ ദേവിമാരെ കുറിച്ച് പറയുമ്പോഴേ, നിങ്ങൾ ഈ തമിഴ്നാട്ടിൽ പോയാലുണ്ടല്ലോ, വരലക്ഷ്മി, ആ ലക്ഷ്മി, ഈ ലക്ഷ്മി, നമ്മൾ കേൾക്കാത്തൊരു1000 ലക്ഷ്മിമാരുടെ പേര് കേട്ടു. അമ്പലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ അവിടെ? നിങ്ങൾ തമിഴ്നാട്ടിൽ യാത്ര ചെയ്തവരുണ്ടോ? എത്ര പേര് യാത്ര ചെയ്തവരുണ്ട്? ഇല്ലേ? ധാരാളം ഇല്ലേ അങ്ങനെ ദേവിമാര്? ഇല്ലേ?
ഈവൻ അയ്യപ്പസ്വാമി മാരീഡ് ആണെന്നുള്ളത് തമിഴ്നാട്ടുകാർക്ക് അറിയുള്ളൂ. നമുക്ക് അയ്യപ്പൻ ബ്രഹ്മചാരിയാണ്, അവർക്ക് അയ്യപ്പൻ പൂർണ്ണ പുഷ്കലാസമേതനാണ്. മനസ്സിലായില്ലേ? ഈവൻ വാമനമൂർത്തിക്ക് ഭാര്യ ഉണ്ട് എന്നാണ്, കീർത്തി എന്ന് പറയുന്നൊരു ഭാര്യ ഉണ്ട് എന്നാണ്. ആരാണ്? കീർത്തി. അതുപോലെ തന്നെ നമ്മുടെ ഹനുമാൻ സ്വാമി കല്യാണം കഴിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. ഹനുമാൻ സ്വാമിയുടെ ഒരു ഭാര്യയും ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം ഗുജറാത്തിലുണ്ട്, ദ്വാരക എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ അവതാരങ്ങൾക്ക് ഒരു കുറവുമില്ല ഭാരതത്തില്. ഇഷ്ടം മാതിരി അവതാരങ്ങളാണ്. ആണോ? പിന്നെ വലിയ അവതാരം ആരാണ്? എത്ര അവതാരങ്ങളുണ്ട്? അവതാരങ്ങൾ എത്ര കാറ്റഗറി ഉണ്ട്? ഒന്നും പഠിച്ചിട്ടില്ലേ നിങ്ങള്? എത്ര കാറ്റഗറി ഉണ്ട്? ദശാവതാരം വിടൂ. 3 കാറ്റഗറി അവതാരങ്ങളുണ്ട്. ഏതൊക്കെയാണ് കാറ്റഗറി? 1 പൂർണ്ണാവതാരം, 2 കലാവതാരം, 3 അംശാവതാരം. ആരൊക്കെയാണ്? പൂർണ്ണതയിലെത്തിയ അവതാരങ്ങളെയാണ് പൂർണ്ണാവതാരം. കൃഷ്ണൻ, ബുദ്ധൻ അവതാരമാണ് ഭാരതത്തില്. ബുദ്ധനെ ഒരു അവതാരമായി ഭാഗവതത്തിൽ 3ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പ്രഥമസ്കന്ധം 3ാം അധ്യായത്തിൽ ബുദ്ധൻ ഒരു അവതാരമാണ്. കേട്ടിട്ടുണ്ടോ? അതൊക്കെ കേട്ടിട്ടുണ്ടോ? ബുദ്ധൻ ഭാരതീയ സംസ്കൃതിയിൽ ഒരു അവതാരമാണ്. കാരണം ബുദ്ധൻ ബുദ്ധമതം ഉണ്ടാക്കിയില്ല, ബുദ്ധൻ ഒരു മതം ഉണ്ടാക്കിയില്ല. ബുദ്ധൻ ഹിന്ദുവായിട്ട് ജീവിച്ചു, ഹിന്ദുവായി ജനിച്ച്, ഹിന്ദുവായി ജീവിച്ച്, ഹിന്ദുവായി മരിക്കണം. ബുദ്ധന് ശേഷമാണ് എന്ത് വന്നത്? ബുദ്ധമതം. ബുദ്ധനുള്ളപ്പോൾ ബുദ്ധമതമില്ല. ബുദ്ധനുള്ളപ്പോൾ ഏത് മതമേ ഉള്ളൂ? ഹിന്ദു മതമേ ഉള്ളൂ. അതുകൊണ്ട് ഹിന്ദു സംസ്കൃതിയില് ബുദ്ധൻ ഒരു അവതാരം, പൂർണ്ണതയിൽ എത്തിയ ആളാണ്. പിന്നെ ആരൊക്കെയാണ് കലാവതാരം? പൂർണ്ണതയിൽ അങ്ങോട്ട് എത്താനുള്ള ഒരു ചെറിയൊരു, അതായത് ഏറെക്കുറെ നമുക്ക് പറയാം ഏത് മനസ്സില്, ഏത് ബോധത്തിലെത്തിയവര്? അവബോധത്തിലെത്തിക്കഴിഞ്ഞവരൊക്കെ കലാവതാരങ്ങളാണ്. ആരാണ്? ഇനി ആ അവബോധത്തിലെത്താതെ ബോധത്തിലും അബോധത്തിലും ഉപബോധത്തിലും കുരുങ്ങി കിടക്കുന്നവരൊക്കെ അംശാവതാരങ്ങളാണ്. അപ്പൊ നമ്മളൊക്കെ ആരാണ്? മമൈവ അംശോ ജീവലോകെ. ഗീതയിൽ 15-8 ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, ഈ ജീവലോകത്തിലുള്ളവരൊക്കെ എൻ്റെ അംശാവതാരം. അപ്പൊ അവതാരങ്ങൾ എവിടെയുണ്ട്? നമ്മളൊക്കെ ആരാണ്? അംശാവതാരം. അംശാവതാരം. നോക്കൂ, ആ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ പൂർണ്ണാവതാരത്തിലേക്ക് എത്താൻ അംശാവതാരങ്ങൾക്ക് കഴിയും. കാരണം അംശം പൂർണ്ണത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ നിങ്ങൾ പൂർണ്ണചന്ദ്രൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ചെറിയൊരംശം കലയായി, പിന്നെ അത് പൂർണ്ണമായി. ആണോ? ഇതുപോലെ ഒന്ന് കണക്കാക്കിയാൽ മതി. നമ്മളിലെ ആ ബോധപ്രകാശത്തിന്റെ തീവ്രത, നിങ്ങൾ ചന്ദ്രന്റെ പൂർണ്ണത കാണുക, വെളിച്ചമുള്ള ചന്ദ്രൻ, പൗർണമി, നമ്മളതിൻ്റെ ഒരു ചെറിയൊരു അംശമായിട്ടുള്ളൂ. ബാക്കി ഇങ്ങനെ നമ്മൾ കാണുന്നില്ല എന്ന് വെക്കുക. ഇപ്പം നമ്മൾ ചന്ദ്രക്കല കാണുന്നില്ലേ? ബാക്കി കറുത്തിരിക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ചെറിയൊരു സ്ഥലത്തേ വെളിച്ചുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് മറഞ്ഞിരിക്കുകയാണ്. വാസ്തവത്തിൽ അവിടെ കറുത്തിരിക്കുകയല്ല, അവിടെ മറഞ്ഞിരിക്കുകയാണ്. എന്താ പറയാൻ കാരണം? നമ്മൾ ബോധ മനസ്സിൽ നിന്നും ഉപബോധ മനസ്സിൽ നിന്നും അബോധ മനസ്സിൽ നിന്നും അടുത്തതിലേക്ക് അങ്ങോട്ട് കടന്നിട്ടില്ല. കടക്കാത്തതിന് എന്താ കാരണം? ഗീത 7-ാം അധ്യായം 25-ാം ശ്ലോകം കൃഷ്ണൻ ഉത്തരം പറഞ്ഞു തരുന്നുണ്ട്. 7-ാം അധ്യായത്തിൽ 25-ാം ശ്ലോകത്തിൽ പറയുന്നു, ഞാൻ എല്ലാവരിലും ഉണ്ട്. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത മൂഢോയം നാഭിജാനാതി
ലോകോമാം അജമവ്യയം. ഗീതയില് 7-ാം അധ്യായത്തിൽ 25-ാം ശ്ലോകത്തിൽ പറയും, എന്താണ്? നാഹം പ്രകാശ സർവസ്യ, ഞാൻ എല്ലാവർക്കും അങ്ങോട്ട് തെളിഞ്ഞു കിട്ടുന്നില്ല. കാരണം യോഗമായ സമാവൃത, യോഗമായ സമാവൃത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളെ എങ്ങനെ മായ മൂടിക്കിടക്കുക എന്ന് വെച്ചാൽ വാസന നമ്മളെ താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ താഴോട്ടുള്ള വലിയിൽ നിന്ന് കുടുംബ ബന്ധം, അത് ഇതെന്നൊക്കെ അങ്ങോട്ട് സാധന ചെയ്ത് നാമം ജപിച്ച് അങ്ങോട്ട് കടക്കണം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ അംശാവതാരത്തിൽ നിന്നും കലാവതാരത്തിലേക്കും, അപ്പൊ അവബോധത്തിലേക്കും, അത് കഴിഞ്ഞ് പൂർണ്ണാവതാരത്തിലേക്കും കടക്കാൻ യോഗ്യതയുള്ളവരാണ് നമ്മൾ. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മുടെ ഒരു യാത്ര നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഇവിടെ നമുക്ക് ദശാവതാരത്തിലേക്ക് കടക്കാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ. കൽക്കി അല്ല, ശരിക്കും ബുദ്ധനാണ്. 11-ാമത്തതാണ് കൽക്കി. 10-ാമത്തത് ബുദ്ധനാണെന്ന് എവിടെയെങ്കിലും ആരെങ്കിലും എഴുതി വെച്ചത് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അഷ്ടപതി കേട്ടിട്ടില്ലേ? ജയദേവരുടെ അഷ്ടപതി. അതിൽ 10-ാമത്തെ അവതാരമായി അവതരിപ്പിച്ചിരിക്കുന്നത് കൽക്കിയല്ല. 10-ാമത്തെ അവതാരമായിട്ട് ബുദ്ധസ്വരൂപ ജയ ജഗദീശ ഹരേ ആരായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? ബുദ്ധനായിട്ടാണ്. ഇപ്പോൾ അയോധ്യയിൽ ഒരു രാമക്ഷേത്രം പണിതു അല്ലേ? അതില് രാമന്റെ ആ വിഗ്രഹത്തിന് ചുറ്റുമുള്ള ഒരു പ്രഭ കല്ലുകൊണ്ട് തന്നെ ഉണ്ടാക്കിയേ. അതില് 10-ാമത്തെ അവതാരം ബുദ്ധനാണ്. 10-ാമത് വെച്ചത് ബുദ്ധനാണ്. അതെന്തായിരിക്കും ബുദ്ധനെ വെക്കാൻ കാരണം? കാരണം അതിനൊരു ലോജിക് ഉണ്ട്, അതിന് സയൻസ് ഉണ്ട്. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ പഠിക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ദശാവതാരവും മനുഷ്യന്റെ പരിണാമവും, ഇതാണ് സബ്ജക്റ്റ്. പവറിലേക്ക് പോയി, അതാണ് കറണ്ട് തിരിച്ചു വന്നു. ഇപ്പം സർക്കാർ തിരിച്ചു വന്നു. അപ്പോ ദശാവതാരവും മനുഷ്യ പരിണാമവും. പറയൂ, ഈ വിഷയമാണ് നമ്മളൊക്കെ പഠിക്കേണ്ടത്. അല്ലാതെ നമുക്കിത് കേട്ടിട്ട് ഈ കഥ കേട്ടിട്ട് എന്താ കാര്യം? ഇപ്പൊ 10 അവതാരങ്ങളെ എങ്ങനെ നമ്മൾ മനുഷ്യന്റെ പരിണാമവുമായി ബന്ധപ്പെടുത്തുന്നത്? എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ ലൈഫ് ആൻഡ് ദശാവതാര. അപ്പൊ ഇവിടെ മത്സ്യത്തിൽ നിന്ന് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ബയോളജിക്കലി നമ്മൾ നോക്കിയാൽ ഞാനും നിങ്ങളൊക്കെ ഒരച്ഛൻ്റെ ശരീരത്തിൽ നിന്ന് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് യാത്ര ചെയ്യുന്നത് മത്സ്യരൂപത്തിലാണ്. ബീജാണുക്കളെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ സൈഗോട്ട് എന്ന് പറയും. ഓരോ ബീജാണുവും എങ്ങനെ ചലിക്കുന്നതെന്നറിയോ? വലിയൊരു തലയും ഒരു വാലുമായിട്ടാണ്. ഏതുപോലെ? ആരെ പോലെ? മത്സ്യത്തെ പോലെ. ബീജത്തിൽ മുഴുവൻ ബീജാണുക്കളാണ്. ആ ബീജാണുക്കളൊക്കെ മത്സ്യം പോകുന്നത് പോലെയാണ് രണ്ടത്തിന് നേരെ പോകുന്നത്. അപ്പൊ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഏത് രൂപത്തിലാ? ഞാൻ പറയുന്നത് ശരിയാണോ? ഇത് മനസ്സിലാക്കിയിട്ടുള്ളവരുണ്ടോ? ഇത് സയന്റിഫിക്കലി മനസ്സിലാക്കിയവർക്കേ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ടത്? സൈഗോട്ട് എന്നൊക്കെ പറയുന്നത് ഇല്ലേ? മനസ്സിലാക്കിയില്ലേ? അപ്പൊ മനുഷ്യൻ യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ മനുഷ്യ ജീവിതം യാത്ര ചെയ്യുന്നത്, ശരീരത്തിനെ വേണ്ടിയിട്ടുള്ള യാത്ര തുടങ്ങുന്നത് മത്സ്യരൂപത്തിലാണ്. അത് കഴിഞ്ഞ് കൂർമാവതാരം. കൂർമ്മം വളരുന്നതും ഒക്കെ വെള്ളത്തിലാണ്. മുട്ടയിടുന്നത് കരയിലാണ്, എന്നാലും അതിൻ്റെ ജീവിതം മുഴുവൻ വെള്ളത്തിലുണ്ട്. കരയിൽ, ഇനിയിപ്പോൾ നിങ്ങൾ പറയും കരയിൽ ജീവിക്കുന്ന, ശരിയാണ്. ഈ ഗർഭപാത്രത്തിൽ അമ്നോട്ടിക് ഫ്ലൂയിഡിലാണ് ഒരു ജീവൻ വളരുന്നത്. വെള്ളത്തിൽ നിന്നും കരയിലേക്ക് വളരുന്ന ഒരു ഘട്ടമുണ്ട്. എവല്യൂഷന്റെ പരിണാമത്തില് വെള്ളത്തിൽ നിന്നും കരയിലേക്ക്. ഇവിടെ ഓരോ കുഞ്ഞും എങ്ങനെയാണ് പരിണാമം സംഭവിക്കുന്നത്? അമ്മയുടെ വയറ്റിൻ്റെ ഉള്ളിൽ പ്രസവിക്കാൻ പോകുന്ന സ്ത്രീയുടെ ഉള്ളിൽ ആ ഒരു പ്ലസന്റയ്ക്ക് ഉള്ളിൽ മുഴുവൻ എന്താണ്? വെള്ളാണ്.
വെള്ളം ചിലർക്കുണ്ടല്ലോ ഇടയ്ക്ക് പൊട്ടിപ്പോവെന്നൊക്കെ കേട്ടില്ലേ? ഇല്ലേ? എങ്ങനെയൊക്കെ കേട്ടില്ലേ? ആ വെള്ളത്തിലാണ് ഈ കുട്ടി കിടക്കുന്നത്. ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ഇപ്പൊ വെള്ളത്തിൽ നിന്നും കരയിലേക്കൊരു പരിണാമം. മനസ്സിലാവുണ്ടോ? ഇതിനെ കൂർമാവസ്ഥ എന്ന് പറയും. കാരണം കൂർമ്മത്തിന് ജലത്തിലും കരയിലും ജീവിക്കാൻ പറ്റും. ഇനി അത് കഴിഞ്ഞ് ഭൂമിയിലെത്തി. അടുത്ത അവതാരം വരാഹമാണ്. വരാഹത്തിന്റെ സ്വഭാവം എപ്പോഴും അത് കഴിക്കുക, എല്ലാം കഴിക്കുക എന്നൊറ്റ വിചാരമേ ഉള്ളൂ. ഏതിന്? പന്നിക്ക്. അല്ലേ? പന്നി എവിടെയെങ്കിലും ഇരുന്നിട്ട് ഭാഗവതം കേൾക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? പന്നിക്ക് 2 ജോലിയേ ഉള്ളൂ. എന്ത്? കഴിക്കുക, പ്രസവിക്കുക, കഴിക്കുക, പ്രസവിക്കുക. കണ്ടമാനം കുഞ്ഞുങ്ങളും ഉണ്ടാവും. ഇല്ലേ? പന്നിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ ഈ കഴിക്കുക, ഓരോ കൊച്ചു കുഞ്ഞും ഭൂമിയിലേക്ക് വരുമ്പോൾ എന്ത് കിട്ടിയാലും അത് കഴിക്കുക. അപ്പോ ജീവന്റെ അടുത്ത പരിണാമം വരാഹം എന്നാൽ ഒരു ശാരീരികമായ വികാസമാണ്. അതിന് ആഹാരം വേണം. ആഹാരം തേടുക. എന്താണ്? സ്വയം ആഹാരം തേടുക, ആഹാരം കണ്ടെത്തുക. കാരണം ജീവൻ നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? ആഹാരം വേണം. അപ്പൊ ആ കുട്ടി നോക്കൂ, നിങ്ങൾ അത് തന്നെ കാണാം. ഒരു കുഞ്ഞ് ജനിച്ചു വന്നാൽ ആഹാരത്തിന് വേണ്ടി കരയത്, മീൻസ് പാലിന് വേണ്ടി കരയും. അപ്പൊ അതിന് സർവൈവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചിന്തയുണ്ട്. എൻ്റെ വിശപ്പടക്കാൻ എനിക്ക് എന്ത് വേണം? വളരാൻ ആഹാരം വേണം. അപ്പൊ ആഹാരം തേടുന്ന ഘട്ടമാണ് മൂന്നാമത്തത്. സർവൈവ് ചെയ്യണമെങ്കിൽ സർവൈവൽ, പരിണാമത്തിന്റെ അടുത്ത ഘട്ടമാണ് ആഹാരത്തിലൂടെ വളരുക. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മാറി സ്വഭാവത്തിലേക്ക് കടന്നു, നരസിംഹത്തിലേക്ക് കടന്നു. നരസിംഹം എന്നാൽ മൃഗവും മനുഷ്യനും ചേർന്നതാണ്. ഒരു മനുഷ്യന്റെ കഴിവെന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ കഴിവാണ്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ് ആർക്കേ ഉള്ളൂ? മനുഷ്യനുള്ള പ്രത്യേകതയാണ്. അവന് ബുദ്ധിപരമായി സൂക്ഷ്മമായി കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാനുള്ളൊരു കഴിവുണ്ട്. സ്വയം മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവുണ്ട്. മൃഗങ്ങളെ പരിശീലിപ്പിക്കണം. എന്നാൽ മനുഷ്യന് സ്വയം പലതും കണ്ടെത്താനുള്ളൊരു കഴിവുണ്ട്. അപ്പൊ ബുദ്ധി മനുഷ്യന്റെ, വികാരങ്ങളൊക്കെ മൃഗത്തിൻ്റെ. അപ്പൊ മനുഷ്യരിലൊക്കെ മനുഷ്യനുമുണ്ട്, മൃഗങ്ങളുമുണ്ട്. ഇതിലും ഭേദം വല്ല പട്ടിയാണ് സ്നേഹിച്ചതെങ്കിൽ അതെങ്കിലും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ വീട്ടുകാരുണ്ടാവില്ലേ? ഓ, എന്തോ ഒരു നല്ല നാട്. കാരണം ചിലരുടെ സ്വഭാവം ആരെക്കാളും മോശവും. അതുകൊണ്ട് നമ്മൾ ആ ഭാഷ ഉപയോഗിക്കും. മൃഗീയമായി കൊലപ്പെടുത്തി, മൃഗീയ സ്വഭാവം പറയാറില്ലേ? ആ പേപ്പർ എങ്ങാനും മൃഗങ്ങൾ വായിച്ചാൽ നമ്മുടെ മേക്കെട്ട് കയറും. അവർ പറയും ഞങ്ങൾ ഡീസൻ്റ് ആണെന്ന്. കാരണം ഏതെങ്കിലും മൃഗം ഇന്നുവരെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടാവുമോ? ഏതെങ്കിലും പട്ടിയെ ബലാത്സംഗം ചെയ്തെന്നുള്ള കേസ് ഉണ്ടാവുമോ? നമ്മളെക്കാളും ഡീസൻ്റ് ആണ് ആര്? കൊച്ചു കുട്ടികളെയൊക്കെ ബലാത്സംഗം ചെയ്യുക, റേപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ മൃഗങ്ങളുടെ ഇടയിൽ ഉണ്ടാവുമോ? അപ്പൊ നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നത് അവർക്കൊരു മോശക്കേടില്ലേ? ഉണ്ടോ? അത് പെരുമ്പാവൂര് വെച്ചിട്ട് ഒരിക്കല് ഒരു കഴുതയും കഴുതയുടെ കുട്ടിയും പരസ്പരം കണ്ടുമുട്ടി. ആര്? കണ്ടുമുട്ടി. പണ്ട്, ഇപ്പോഴല്ല. ഇപ്പം അങ്ങനെ കഴുതകളില്ല. ഇപ്പം ഇല്ലേ, പറയാൻ പറ്റില്ല. അപ്പൊ കണ്ടുമുട്ടിയപ്പോ ഈ കഴുതയുടെ കുട്ടി കഴുതയോട് ചോദിച്ചു, അമ്മേ, നമ്മളും മനുഷ്യരും തമ്മിൽ എന്താ വ്യത്യാസം? എന്താ ചോദ്യം? നമ്മളും മനുഷ്യരും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പൊ അമ്മ എന്ത് പറഞ്ഞു അറിയോ? മോളെ, നമുക്കൊന്നും മനുഷ്യരാവാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല? എന്ത് മനസ്സിലായി? നമുക്കൊന്നും മനുഷ്യരാവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കേ ആറാവാൻ പറ്റുള്ളൂ, കഴുതയാവാൻ പറ്റുള്ളൂ. ഒരു കഴുത നടന്നു പോകുമ്പം ആരെങ്കിലും ആ കഴുതയുടെ പുറകുന്ന മനുഷ്യ, കഴുത തിരിഞ്ഞു നോക്കിയ ചരിത്രമില്ല. എന്നൊരു മനുഷ്യൻ നടന്നു പോകുമ്പം ഏത് കഴുതയാവാം?
തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവോ ഇല്ലയോ? തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവോ? അപ്പൊ ആരാ നിങ്ങളെ കഴുതയാക്കിയത്? ആരാ നമ്മളെ കഴുതയാക്കുന്നത്? മൃഗത്തിനേക്കാളും നമ്മൾ കേമന്മാരാണെന്നും പറയണ്ട. അപ്പോ മനുഷ്യന്റെ ഉള്ളിലും ഒരു മൃഗ സംസ്കാരം, അതിനെ വികാരങ്ങൾ എന്ന് പറയും. എന്താണ്, കീറുക, അല്ലെങ്കിൽ നശിപ്പിക്കുക, പൊളിക്കുക, ഇതൊക്കെ ഏത് സ്വഭാവം? മൃഗത്തിന്റെ. ഇപ്പൊ മൃഗവികാരവും മനുഷ്യബുദ്ധിയും ചേർന്ന സമ്മിശ്രഭാവത്തിന്റെ പേരാണ് നരസിംഹാവതാരം. എവ്രി ഹ്യൂമൻ മൈൻഡ് കണ്ടെയ്ൻ ഹ്യൂമൻ ഇന്റലക്ട് ആൻഡ് ആനിമലിസ്റ്റിക് കൾച്ചർ, അല്ലെങ്കിൽ ആനിമലിസ്റ്റിക് ഇമോഷൻസ്. മൃഗത്തിന്റെ സംസ്കാരം എല്ലാവരിലും ഉണ്ട്. ഇവിടെ മൃഗത്തിന്റെ സംസ്കാരം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറയും സത്യസന്ധമായി. പൊട്ടിത്തെറിക്കുക, ചീത്ത വിളിക്കുക, കടിച്ചു കീറാൻ പോവുക, മാന്തുക, ഇതൊക്കെ മനുഷ്യൻ ചെയ്യോ? ഇല്ല. ഇതൊക്കെ മനുഷ്യരിലുണ്ടോ? ഉണ്ടോ? അങ്ങനത്തെയൊക്കെ സ്വഭാവം മനുഷ്യരിലുണ്ടെങ്കിൽ നമ്മളിൽ ആരുണ്ട്? ഒരു മൃഗസംസ്കാരമൊക്കെ ആരിലുണ്ട്? മനുഷ്യരിലുണ്ട്. പിന്നെ പ്രായം വരുമ്പോൾ കുറച്ച് പിന്നെ നിങ്ങൾ അടങ്ങി പോവാണ്. ഒരുപക്ഷെ നിങ്ങൾ ആ ചെറുപ്പകാലത്തിലൊക്കെ ആണെങ്കിൽ അത് നല്ലോണം വരുന്നുണ്ടാവും. കുറച്ചുകൂടി ഇപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയേ അതൊന്നുമില്ല, ഇപ്പം നിങ്ങൾ ഡീസൻ്റ് ആയിട്ട്. പക്ഷെ ഒരു 10, 40, 50, 60 കൊല്ലം നിങ്ങൾ ഇങ്ങനെ ആയിരുന്നോ? എന്തോ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ. അപ്പൊ കയ്യിലിരിപ്പ് നല്ലോണം ഉണ്ടായിരുന്നില്ലേ? ചാടി കീറി പൊളിച്ച് ചീത്ത വിളിച്ച് ഉണ്ടോ? അതൊക്കെ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഒരേ സ്വാമിക്ക് ഞങ്ങൾ അറിയില്ല എന്ന്, ഞങ്ങൾ ആരാന്നാ വെച്ചിരിക്കുന്നത്. ശരിയാണ്. ഇപ്പം കണ്ടും കൊണ്ടും പഠിച്ചിട്ട് ഇങ്ങനെയൊക്കെ അങ്ങനെ ആയിപ്പോയി നമ്മൾ, അല്ലേ? ശരിയല്ലേ ഇത്? അതാണ്. പക്ഷെ പഴയ കാലത്ത് നമ്മുടെ കയ്യിലിരിപ്പ്, ചിലർ പറയും ഇങ്ങോരിങ്ങൊന്നും ആയിരുന്നില്ല കേട്ടോ, ഇദ്ദേഹം ഇങ്ങനെ കാണുന്ന രൂപത്തിലൊന്നും ആയിരുന്നില്ല, ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള സ്വഭാവം, അങ്ങനെയൊക്കെ പറയാറില്ലേ ചില ആളുകളെ കുറിച്ചൊക്കെ. അപ്പൊ മനുഷ്യന്റെ ഉള്ളിലൊക്കെ ഒരു ഹ്യൂമൻ ഇന്റലക്റ്റും ആനിമലിസ്റ്റിക് അല്ലെങ്കിൽ ആനിമൽ ഇമോഷൻസും ബിഹേവിയറും ഉണ്ട്. ഇത് രണ്ടും സമ്മിശ്രമായതാണ് ആര്? നരസിംഹം. അപ്പൊ മനുഷ്യരിലുണ്ടോ നരസിംഹം? പറയൂ. ആ പരിണാമത്തിന്റെ അവസ്ഥ നോക്കൂ. ഡാർവിൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു ജിംപാൻസി ടൈപ്പ് ആളെയാണ്. വാലില്ലാത്ത, നട്ടിലൊക്കെ ഏറെക്കുറെ മനുഷ്യന്റെ ഉള്ള ഒരാള്. അവിടെയാണ് നമ്മൾ കേട്ടില്ലേ കൊരങ്ങൻ എന്നുള്ളത്. കൊരങ്ങനല്ല, ആക്ച്വലി ജിംപാൻസി ടൈപ്പ്, ഒരു ഏപ്പ് എന്ന് പറയും. അവിടുന്നാണ് പിന്നെ ഡാർവിൻ ഹ്യൂമൻ ലൈഫിലേക്ക് വരുന്നത്. കുള്ളനായിട്ടുള്ള, ഡാഫായിട്ടുള്ള ഒരു മനുഷ്യൻ. അതാണ് ആരുടെ പരിണാമ സിദ്ധാന്തം? ഡാർവിൻ ജോസഫ്. എന്നാൽ ഇവിടെ അത് കഴിഞ്ഞാൽ അടുത്തത് വാമനാണ്. എനിക്ക് വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. നമ്മുടെ ദശാവതാരത്തിൽ നരസിംഹത്തെ, അവിടെ ഒരു മൃഗം, അത് കഴിഞ്ഞ് അടുത്തത് വാമനൻ. ഡാർവിൻ ഈ ഭാഗവതൊന്നും പഠിക്കാത്ത ഒരാള് വളരെ റിസർച്ച് ചെയ്തിട്ട് പറയുന്നത് ആദ്യത്തെ ഫുൾ ഹ്യൂമൻ ഉയരം കുറഞ്ഞ മനുഷ്യരായിരുന്നു. കേട്ടിട്ടുണ്ടോ? ഇത് കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇവിടെയും അടുത്ത അവതാരം ആരാണ്? വാമനൻ വളരെ ഒരു കുള്ളനാണ്, അല്ലേ? ഉയരം കുറഞ്ഞ ആളാണ്. ആണോ? എന്തൊരു സാമ്യത ഉണ്ട് നോക്കൂ. നമ്മുടെ ഋഷിവര്യന്മാര് ചിന്തിച്ച അതേ വേവ്ലെങ്തിലാണ് ആരും ചിന്തിച്ചത്? ഡാർവിൻ. നമുക്കിതൊക്കെ വായിക്കുമ്പോൾ ആ ഋഷിവര്യന്മാരുടെ കാഴ്ചപ്പാടിനോടൊരു ബഹുമാനം കൂടുകയാണ്. ആണോ? പറയൂ. ഇനി വാമനാവതാരം വിദ്യയുടെ അവതാരമാണ്. മനുഷ്യൻ നേരത്തെ പറയില്ലേ, ബുദ്ധി ഉള്ളത് കൊണ്ട് പുതിയത് കണ്ടെത്താനും പഠിക്കാനും. മൃഗങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ആ ഇന്റലക്ച്വൽ എബിലിറ്റി കൊടുക്കാത്തതുകൊണ്ട് സ്വയം ഒന്നും കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റില്ല. എന്നാൽ മനുഷ്യൻ ഇന്ന് ഈ ലോകത്തിൽ ഇത്രയും എത്തിയത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഓരോന്ന് കണ്ടുപിടിച്ചിട്ടാണ്, അല്ലെ? സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് കണ്ടുപിടിച്ച് എവിടെ എത്തി നോക്കൂ നിങ്ങൾ. ഇനിയിപ്പോ നിങ്ങളൊക്കെ മരിച്ചു പോയാലും കുഴപ്പമില്ല, നിങ്ങൾ അതേപോലെ ഒരാളെ വീട്ടിൽ സപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അതേ ശബ്ദം, നിങ്ങളുടെ അതേ വാക്കുകൾ, നിങ്ങളൊന്ന് ആലോചിച്ചോ. നിങ്ങൾ മരിച്ചു പോയാലും വീട്ടിൽ അതേപോലെ ഒരാളെ ഉണ്ടാക്കാൻ പറ്റുക. അറിയോ നിങ്ങൾക്ക്? കേട്ടില്ല? അപ്പൊ നിങ്ങൾ പറയുന്നതൊക്കെ റെക്കോർഡ് ചെയ്യുക.
ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് റോബോട്ടിനെ ഇതെല്ലാം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ അതേ ശബ്ദം, നിങ്ങളുടെ അതേ ഫേസിൽ ആളെ ഉണ്ടാക്കാൻ പറ്റും. അത് കിട്ടുന്നുണ്ടോ? നടക്കുന്ന ഒരാള്, ഇരിക്കുന്ന ഒരാള്, ദോശ ഉണ്ടാക്കുന്ന ഒരാള്, വീട്ടിലെ പണികൾ ചെയ്യുന്ന ഒരാള്, അങ്ങനെയൊക്കെ ഒരാളെ ഉണ്ടാക്കാൻ ഇന്ന് കാലത്തിന് പറ്റും. ഇനിയിപ്പോൾ ഒരാൾ മരിച്ചുപോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതേ ആളെ അതുപോലെ റീപ്ലേസ് ചെയ്യാൻ അതേ ശബ്ദം, അതേ കാര്യങ്ങൾ, അതെല്ലാം കൊണ്ടുവരാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ടെക്നോളജി കൊണ്ട് ഇനി സാധിക്കും. അത്ര കാലം അഡ്വാൻസ് ആയിട്ട് പോവാണ്. കേട്ടില്ലേ ഇതൊക്കെ? ഇല്ല, കേട്ടില്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പം നമ്മുടെ അതേ ആളെ അതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണ്. ഇനി ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ ഭാഗവതമൊക്കെ പറയുന്നവർ അങ്ങനെയുള്ളവരായിരിക്കും. അതെ, ആചാര്യന്റെ പേരൊക്കെ അതുപോലെ ഇരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു കാലം വിദൂരത്തിലൊന്നല്ല. മനസ്സിലായില്ലേ? സ്കൂളിൽ പഠിപ്പിക്കാൻ ഇനി ടീച്ചർമാരുടെ ആവശ്യമില്ല. ഇനിയിപ്പോ കല്യാണം കഴിക്കാൻ പെൺകുട്ടികളുടെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, ആ കോലത്തിലേക്കാ പോകുന്നത്. കാര്യം പ്രസവിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ റോബോട്ട്സിനെ കൊണ്ട് സാധിക്കും. അത്ര സാങ്കേതിക വിദ്യ അതിന്റെ ഉന്നതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിൽക്കട്ടെ. അപ്പോ ഇവിടെ വിദ്യയുടെ പ്രതീകമാണ് ആര്? വടുവായ വാമൻ. അത് കഴിഞ്ഞാൽ, വിദ്യ കഴിഞ്ഞാൽ എന്ത് വേണം? മനുഷ്യൻ ജോലിക്കാരനാവണം. അപ്പൊ മനുഷ്യന്റെ അടുത്ത പരിണാമം എന്ന് പറയുന്നത്, മനുഷ്യൻ കൂടുതൽ സിവിലൈസേഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ. എന്ന് വെച്ചാൽ എന്താണ്? നഗരവൽക്കരണം എന്ന് പറയും. എന്താണ്? അപ്പൊ കാട്ടിൽ നിന്നും മനുഷ്യൻ പുതിയ കണ്ടുപിടുത്തങ്ങളും പട്ടണങ്ങളും സൃഷ്ടിക്കുക. അപ്പൊ പട്ടണമൊക്കെ സൃഷ്ടിക്കണമെങ്കിൽ എന്ത് വേണം? കാട് വെട്ടാൻ എന്ത് വേണം? ആയുധം വേണം. പരശുരാമന്റെ കയ്യിലുള്ള മഴു എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഏത് അർത്ഥത്തിലെടുക്കണം? മനുഷ്യന്റെ തല വെട്ടാനോ? ഇതെന്താ പാർട്ടിക്കാരനാണോ പരശുരാമൻ? കാടിനെ നാടാക്കാൻ ഏത് വേണം? ആയുധം വേണം. അപ്പൊ കേരളം പരശുരാമൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എടുക്കണം? ഇതങ്ങടെ ഒറ്റ മഴ എറിഞ്ഞപ്പോ അങ്ങോട്ട് കടലിൽ നിന്ന് ഇങ്ങോട്ട് പൊങ്ങി വന്നു എന്നൊക്കെ അർത്ഥം എടുക്കരുത്. അങ്ങനെയൊക്കെയാണ് ഹിന്ദുക്കൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. പരശുരാമൻ മഴ എറിഞ്ഞ് കേരളം ഉണ്ടായി എന്ന് പറഞ്ഞാൽ കാട് പിടിച്ച് കടന്ന സ്ഥലം വെട്ടിത്തെളിച്ച് നല്ല നാടാക്കി മാറ്റി, ജനവാസ യോഗ്യമാക്കി എന്നർത്ഥം അല്ലേ? കാരണം മനുഷ്യൻ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് അങ്ങനെ വളർന്നു. പണ്ടൊക്കെ നമ്മുടെ പൂർവികർ എവിടെയായിരുന്നു? കാട്ടിലായിരുന്നു, വേറെ വഴിയില്ല. അപ്പൊ മനുഷ്യൻ പുതിയ കണ്ടുപിടുത്തങ്ങളായി. ഇനി അത് കഴിഞ്ഞാൽ കല്യാണമായി, വിവാഹം. അപ്പൊ വിവാഹം ഒരു ധാർമ്മിക സംസ്കാരത്തിലൂടെ കൊണ്ടുവന്ന അവതാരമൂർത്തിയാണ് ആര്? ശ്രീരാമൻ. ശ്രീരാമൻ ധർമ്മത്തിന്റെ പ്രതീകമാണ്. അതായത് മനുഷ്യന്റെ പരിണാമത്തിൽ മറ്റൊരു ഘട്ടമാണ് ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം നിയമവ്യവസ്ഥകൾ എന്നർത്ഥം. മനുഷ്യൻ ചില നിയമവ്യവസ്ഥകൾ അനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ അവിടെ മനുഷ്യന്റെ ജീവിതത്തിൽ ആകെ അധപ്പതനം വരും. ഇപ്പൊ കല്യാണം കഴിച്ചാൽ ഇതെന്റെ ഭാര്യ, ഇതെന്റെ വീട്, ഇതെന്റെ കുടുംബം, അങ്ങനെയൊരു എൻ്റെ ഈ കാര്യത്തിൽ നിങ്ങൾ ആരും ഇടപഴകാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു നിയമവ്യവസ്ഥകൾ, ഇതിന്റെ പേരാണ് ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തർത്ഥം? നിയമങ്ങൾക്കനുസൃതമായി. അപ്പൊ ഇവിടെ നിയമം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിയമം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ് അവിടെ. സംരക്ഷണം, എന്താണ്? ഒരു കുടുംബത്തിനൊരു സംരക്ഷണവും അത് തെറ്റിക്കുന്നവർക്കൊരു എന്ത് വേണം? ശിക്ഷ വേണം. എന്തിനാണ് ബാലിയെ രാമൻ ശിക്ഷിച്ചത്? ഒരു കുടുംബ വ്യവസ്ഥയെ അയാള് കൂടെ വന്നില്ലേ? നിങ്ങള് സുഗ്രീവന്റെ ഭാര്യയെ പിടിച്ചു കൊണ്ടുപോയി ഇല്ലേ? അതല്ലേ കാര്യം. അപ്പൊ ഒരു കുടുംബ വ്യവസ്ഥയെ ആര് തെറ്റിച്ചു? ഒരു സംരക്ഷണം കൊടുക്കേണ്ട ഒരാള് തെറ്റിച്ചു. അപ്പൊ അതിനെന്ത് ചെയ്തു? ബാലിയെ ശിക്ഷിച്ചു. രാവണനെ എന്തിനാണ് ശിക്ഷിച്ചത്? ഇതുപോലെ തന്നെ ഒരു കുടുംബ വ്യവസ്ഥയെ അദ്ദേഹം രാമന്റെ ഒരു കുടുംബ വ്യവസ്ഥ സംരക്ഷണത്തെ അയാൾ അപഹരിച്ചു കൊണ്ടുപോയി അല്ലേ? സീത ഇറങ്ങി പോയതായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് രുമ, അതായത് സുഗ്രീവന്റെ ഭാര്യ ഇറങ്ങിപ്പോയതാണെങ്കിൽ തെറ്റില്ല.
നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? സുഗ്രീവനെ ബാലി എന്തിനാ ശിക്ഷിച്ചത്? രാമൻ ബാലിയെ എന്തിനാണ് ശിക്ഷിച്ചത്? സുഗ്രീവന്റെ ഭാര്യയെ അനുവാദമില്ലാതെ കൊണ്ടുപോയതിന് അല്ലേ? അതല്ലേ പ്രധാന കാരണം? ചിലരെന്താ അന്തം വിട്ട് നോക്ക് നിങ്ങൾ. ആണോ അല്ലയോ? ആണ്. ഇനിയുള്ള ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരണം. നിങ്ങൾ രാമായണം വായിക്കുമ്പോൾ ഒരിടത്ത് അങ്കദൻ പറയും, നാണമില്ലാത്ത സുഗ്രീവൻ എൻ്റെ അമ്മയെയും പ്രാപിച്ചു കഴിയുന്നു എന്ന്. അങ്ങനെ ഉണ്ടോ ഒരു വാക്ക്? അങ്കദൻ പറയുന്നത് ഉണ്ടോ? രാമായണത്തിലില്ലേ? അപ്പം എൻ്റെ അമ്മയെ അവൻ ഭാര്യയെ പോലെ വെച്ച് ജീവിക്കണു. ആര്? അപ്പൊ രാമൻ അതിനും ശിക്ഷിക്കേണ്ടതല്ലേ? നിങ്ങളെന്താ അന്തം വിട്ട് നിൽക്കുന്നത്? സുഗ്രീവനെയും ബാലിയെ ശിക്ഷിച്ചത് ഈ കാര്യത്തിനാണെങ്കിൽ സുഗ്രീവനെയും ശിക്ഷിക്കണ്ടേ? ഉത്തരല്ലേ? ബാലിയെ ശിക്ഷിച്ച പോലെ സുഗ്രീവനെ ശിക്ഷിക്കേണ്ടതുണ്ടോ? ഇല്ല. എന്താ ശിക്ഷിക്കേണ്ടതില്ലേ? മറ്റൊരാളുടെ ഭാര്യയല്ലേ കൂടെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ അവിടെ അർത്ഥം മാറി. ഇവിടെ ബാലി മരിച്ചുപോയി. അപ്പം സുഗ്രീവൻ, മറ്റത് നമ്മൾ നോക്കണ്ട, അങ്ങനെ ഒരു പ്രാപിച്ചു എന്നൊക്കെ ഉള്ളത് അങ്കദന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? എന്നാൽ ആ സുഗ്രീവൻ ബാലിയുടെ ഭാര്യയെ എന്താ ഭാഷ? സംരക്ഷിക്കുകയാണ്. മറ്റത് സംരക്ഷിക്കുകയായിരുന്നില്ല, മറ്റത് അപഹരിക്കുകയായിരുന്നു. എന്താണ്? അല്ല, അങ്ങനെയല്ലേ ഭാഷകള്? സുഗ്രീവന്റെ ഭാര്യയെ സംരക്ഷിച്ചതാണോ? അല്ല, അത് അപഹരിച്ചതാണ്. ബാലിയുടെ ഭാര്യയായ മറ്റേ താരയെ ഏടത്തിയമ്മ, ജ്യേഷ്ഠത്തിയമ്മ അല്ലേ? അല്ലേ? ജ്യേഷ്ഠന്റെ ഭാര്യയല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരാളെ സംരക്ഷിക്കുക ചെയ്ത്. അപ്പൊ അതിന് ശിക്ഷിക്കേണ്ടതുണ്ടോ? അതുകൊണ്ടാണ് സുഗ്രീവനെ രാമൻ ശിക്ഷിക്കാതിരുന്നത്. അപ്പൊ ധർമ്മത്തിന്റെ പ്രതീകമാണ് രാമൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ പരിണാമത്തിന്റെ അടുത്ത ഘട്ടമാണ്. മനുഷ്യ ജീവിതത്തിൽ പുരോഗതി മാത്രം പോരാ, സുരക്ഷ വേണം. ആ സുരക്ഷയെ തെറ്റിക്കുന്നവർക്ക് എന്തും വേണം. ഇതിന്റെ പേരാണ് നിയമം എന്നുള്ളത്. സുരക്ഷ തെറ്റിക്കുന്നവർക്ക് നിയമം. ഇപ്പോഴും തന്നെയല്ലേ നിയമം എന്ന് പറഞ്ഞാൽ? ട്രാഫിക് റൂൾ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ? അത് ബ്രേക്ക് ചെയ്യുന്നവർക്ക് ഫൈൻ അടിക്കുന്നു. ആണോ? അത് തന്നെയാണ്. അപ്പൊ അടുത്ത പരിണാമം എന്നത് മനുഷ്യന്റെ ധാർമ്മിക തലത്തിലാണ്. ഇനി അത് കഴിഞ്ഞാൽ ബലരാമനായി. പരശുരാം, ശ്രീരാമൻ കഴിഞ്ഞാൽ ആരാ? ബലരാമന്റെ കയ്യിൽ എന്താ? കലപ്പയാണ്. അത് കൃഷിയുടെയാണ്. അപ്പൊ മനുഷ്യൻ മുന്നോട്ട് പുരോഗതി പ്രാപിക്കും തോറും അവന് വേണ്ട വിഭവങ്ങൾ, പണ്ട് കാട്ടുന്നും ഒക്കെ പറിച്ചെടുത്തായിരുന്നു. പിന്നെ മനുഷ്യൻ സ്വയം എന്ത് ചെയ്യണം? കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. മനുഷ്യനൊരു ഉൽപ്പാദകനായി. മൃഗങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കഥകളൊക്കെ പറയും നമ്മൾ, എന്നാലും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ? പണ്ട് കുരങ്ങന്മാര് മാവ് നട്ട കഥ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? പെരുമ്പാവൂരല്ല, ഒരു സ്ഥലത്ത് കുരങ്ങന്മാര് മാവ് നടാൻ തീരുമാനിച്ചു. അവരെവിടുന്നോ നഴ്സറിയിൽ നിന്ന് കുറെ മാവിന്റെ തൈയൊക്കെ കൊണ്ടുപോയി അവര് മാവ് നട്ടു. കാരണം മറ്റുള്ളവരുടെയൊക്കെ മാവിൻ തോട്ടത്തിൽ കയറിയ ആൾക്കാരെ അടി ഇടി കല്ലെടുത്തെറിയ. അപ്പൊ വിചാരിച്ചു നമുക്ക് സ്വന്തമായിട്ടൊരു തോട്ടം ഉണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ. അങ്ങനെ കൊണ്ടുവച്ചു, നനച്ചു. ദിവസവും അവർ വരും, പിഴുതു നോക്കും വേര് വന്നിട്ടുണ്ടോ? ഇല്ല, മാന്തി അവിടെ തന്നെ വെച്ചു. കാരണം അവർക്ക് ക്ഷമയില്ല. ഇത് പെട്ടെന്ന് എന്താവണം? വലിയ മാവായിട്ട് ധാരാളം മാങ്ങ തരണം. അപ്പൊ ഓരോ ദിവസവും വേര് വന്നുവോ എന്ന് നോക്കാൻ പറിച്ചു നോക്കും, വീണ്ടും അവിടെ മാന്തി വയ്ക്കും എന്നതൊക്കെ കഥ പറയാം. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ലോ. മനുഷ്യന്
കൃഷിയിലൂടെ ധാരാളം ഉൽപ്പാദിപ്പിക്കാനുള്ളൊരു എന്തുണ്ട്, കഴിവുണ്ട്. മനസ്സിലായില്ലേ? നമ്മുടെ അമേരിക്കയിലെ ട്രംപ് പ്രസിഡന്റ് നമ്മളെങ്ങനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് 50% താരിഫൊക്കെ വെച്ചിട്ട്. എന്തിനാ കാര്യം? അമേരിക്കയുടെ കാർഷിക വിത്തുകൾ നമ്മൾ വാങ്ങണം. അവിടുത്തെ കാർഷിക വിത്ത് എന്താ മേടിക്കാത്തത്? അത് ജനറ്റിക്കലി മോഡിഫൈഡ് ആണ്. ഒരിക്കൽ ഉപയോഗിച്ചാൽ പിന്നെ വീണ്ടും വീണ്ടും വിത്ത് അവിടെ നിന്ന് മേടിക്കണം. അപ്പൊ അത് ഭാരതത്തിലെ സർക്കാർ പറഞ്ഞു, ഈ ജന്മം ഞങ്ങൾ ചെയ്യില്ല എന്ന്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള പാരമ്പര്യ കൃഷി ഉണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെയല്ലേ? വാഴ വന്നു, ആ വാഴ വലച്ചാൽ അതിന്റെ കന്നെടുത്തു പിരിച്ചു വെച്ചു, അങ്ങനെയല്ലേ? എന്നാൽ അവരുടെ വിത്തുകൾക്ക് അങ്ങനെ പ്രത്യേകതയില്ല. അതിന്റെ കന്നൊരിക്കലും വാഴയായി കൊലക്കില്ല. വീണ്ടും അപ്പൊ കന്ന് എവിടുന്ന് മേടിക്കണം? അവിടുന്ന്. അതുകൊണ്ടാണ് ഇന്ത്യ തീരുമാനിച്ചത്, നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ കർഷകരുടെ ആ ഒരു കാഴ്ചപ്പാടിനെ അല്ലെങ്കിൽ അവരുടെ ഒരു സംസ്കാരത്തെ ഞങ്ങൾ വിടില്ല. കാരണം ഭാരതം ഒരു കാർഷിക രാജ്യമാണ്. അപ്പൊ കൃഷി വേണം മനുഷ്യന്. അതിന്റെ പ്രതീകമാണ് ബലരാമൻ. അതും പരിണാമമല്ലേ? ആണോ? അത് കഴിഞ്ഞാൽ കൃഷ്ണനിലേക്ക് വന്നു. കൃഷ്ണനിൽ നമ്മൾ പ്രധാനമായും കാണുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, കൃഷ്ണൻ കലയുടെ പ്രതീകമാണ്. നൃത്തം, പാട്ട്, ഇതൊക്കെ ഉള്ള അവതാരമാണ് ആര്? അപ്പൊ മനുഷ്യന് സമൂഹത്തിൽ കൂടിച്ചേർന്ന് ഒരു സമൂഹത്തെ ഒന്നിപ്പിക്കാൻ കലകൾ വേണം. കലകൾ മനുഷ്യനെ ഒന്നിപ്പിക്കും. അപ്പൊ മനുഷ്യനെ സന്തോഷത്തിലേക്ക്, മനുഷ്യ മനസ്സിനെ ഒരു ആനന്ദത്തിലേക്ക് നയിക്കാനുള്ള കഴിവ് ഏതിനുണ്ട്? കലകൾക്കുണ്ട്. അപ്പൊ കൃഷ്ണനിൽ കലകളുണ്ടായിരുന്നു, കൃഷ്ണനിൽ തന്ത്രങ്ങളുണ്ടായിരുന്നു. ആ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കൃഷ്ണൻ മഹാഭാരത യുദ്ധക്കളത്തിൽ പാണ്ഡവരെ നയിച്ചത്, അല്ലേ? അതായത് കൃഷ്ണനിൽ ഒരു നേതാവുണ്ടായിരുന്നു, നേതൃത്വം ഉണ്ടായിരുന്നു. കൃഷ്ണനിൽ ഒരു ജ്ഞാനി ഉണ്ടായിരുന്നു. ആ ജ്ഞാനിയാണ് കൃഷ്ണനിലെ ഗീതയും ഭാഗവതവും ഒക്കെ തന്നത്, അല്ലേ? അർജുനന് ജ്ഞാനോപദേശം നൽകി, ആണോ? ഇപ്പൊ കൃഷ്ണനിൽ ഈ 3 പേരുണ്ട്. ആരൊക്കെയാണ്? ഒരു കലാകാരനുണ്ട്, ഒരു നേതാവുണ്ട്, ഒരു ജ്ഞാനിയുണ്ട്. ഇത് 3ഉം സമന്വയിച്ച ആളായിരുന്നു ആര്? കൃഷ്ണൻ. ഇതും വേണ്ട മനുഷ്യന്. അതായത് മനുഷ്യൻ മുന്നോട്ട് പുരോഗതിക്ക് പ്രാപിക്കും തോറും മനുഷ്യൻ തൻ്റെ കഴിവുകളെ മനുഷ്യൻ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തണം. അതിന് സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ മുന്നോട്ട് ഇറങ്ങിത്തിരിക്കണം. അതേപോലെ ജ്ഞാനത്തിലൂടെ തന്നെ, ആത്മീയ ജ്ഞാനത്തിലൂടെ തന്നെ ഉയർത്തണം. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ 10ാമത്തെ ഘട്ടത്തിലെത്തും. അവിടെയാണ് ആ ജ്ഞാനത്തിൻ്റെ പരിസമാപ്തി എന്ന് പറയുന്ന പൂർണ്ണബോധം. ഏതാണ്? അതാണ് ബുദ്ധൻ. ബുദ്ധൻ എന്നത് ബോധത്തിലേക്ക് ഉണർന്നവൻ, ബോധോദയം. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? പൂർണ്ണബോധത്തിലേക്ക് എത്തുക, ബുദ്ധനിലേക്ക് എത്തുക. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതിന് ഏതൊക്കെ ഘട്ടത്തിലൂടെ വരണം? മത്സ്യം, കൂർമ്മം, വരാഹം. ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടോ? ഈ പറഞ്ഞതൊക്കെ ഇപ്പൊ ഉണ്ടോ? ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടോ? ഈ ഘട്ടങ്ങൾ ഉണ്ടോ? അപ്പൊ അങ്ങനെ പരിണാമത്തിലൂടെ വന്ന് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, കൃഷ്ണൻ, ബുദ്ധൻ. ഇനി പൂർണ്ണതയിലെത്തിയില്ലെങ്കിൽ കൽക്കി അവതാരം പുനർജന്മത്തിന്റെ പ്രതീകമാണ്. കൽക്കി 11ാമത്തത്. അതെന്തിനാ 11? പൂർണ്ണതയിലെത്തിയിട്ടില്ലെങ്കിൽ വീണ്ടും പുനരഭിജനനം. ആ പൂർണ്ണതയിലെത്തുന്നത് വരെ മനുഷ്യൻ വീണ്ടും വീണ്ടും പുനരാവർത്തി. അർജുന, വീണ്ടും എന്ത് ചെയ്യണം? നമ്മൾ പുനരാവർത്തി, ഇവിടെ വീണ്ടും ജനിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ അതുകൊണ്ട് ഇത്രയും നിങ്ങൾ ഓർത്തു വെച്ചാൽ, ഈ ഒരു ചിത്രം മനുഷ്യരിൽ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇത് വന്നിരുന്നുവെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകുമായിരുന്നു, ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചു വന്നത് എന്തിനാണ്? പരിണാമത്തിലൂടെ ആരിലേക്ക് എത്തണം? പൂർണ്ണതയിലേക്ക്. അപ്പൊ ഈ റോളുകളൊക്കെ ഞാൻ ചെയ്യണം.
അവിടെ ഞാൻ പരശുരാമനാവണം വേണ്ടേ? ആ കാടിനെ നാടാക്കി മാറ്റുക. അതുപോലെ ധാർമ്മികത, നിയമങ്ങൾ ഞാൻ പിന്തുടരണം. അതുപോലെ തന്നെ ഞാൻ കൃഷിക്കാരനാവണം, ഞാനൊരു കലാ ഉള്ളവനാവണം, അതിന് നേതൃത്വം കൊടുക്കണം. അവസാനം ഞാൻ ആരിലേക്ക് എത്തണം? പൂർണ്ണതയിലേക്ക് എത്തണം. അപ്പോഴാണ് എൻ്റെ ജീവിത ചക്രം പൂർണ്ണമാണ്. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദശ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാത. നിങ്ങൾ നോക്കൂ, ഡാർവിന്റെ എവല്യൂഷൻ തിയറിയും ഈ ഒരു തിയറിയും ഏതാണ് മനുഷ്യന് വ്യക്തത കൊടുക്കുന്നുണ്ടാവുക? നമ്മുടെ ദശാവതാര തിയറിയും ഡാർവിന്റെ തിയറിയും വെച്ചു നോക്കുമ്പോൾ ഏതാണ് കുറേയും കൂടി മനുഷ്യനെ നന്നായിട്ട് ബോധ്യപ്പെടുത്തുക? ദശാവതാരം. ഇത് കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ടോ? എന്താണ് ജീവിത ലക്ഷ്യം എന്ന ചോദ്യത്തിന് അവരിൽ തെളിഞ്ഞുത്തരം വരണം. പൂർണ്ണതയിലേക്കുള്ളൊരു യാത്രയാണ് ജീവിതം. എന്താണ്? പൂർണ്ണതയിലേക്കുള്ള ഒരു പ്രയാണമാണ് ജീവിതം. പൂർണ്ണതയിലേക്കുള്ളൊരു സാധനയാണ് ജീവിതം. അതാണ് എൻ്റെ ജീവിതം. ഇത് വരണ്ടേ വായിൽ നിന്ന്? വേണോ? ഞാൻ എവിടെയും തട്ടിത്തടഞ്ഞ് നിൽക്കരുത്. ദുഃഖങ്ങൾ വരും, വിഷമങ്ങൾ വരും, പ്രയാസങ്ങൾ വരും. അതിലൊന്നും തട്ടിത്തടഞ്ഞ് നിൽക്കരുത്. അതൊക്കെ വരും, അതെല്ലാം പോകും. എൻ്റെ സാധനാനുഷ്ഠാനം കൊണ്ട്, നാമജപ അനുഷ്ഠാനം കൊണ്ട് ഞാൻ പടിപടിയായി പൂർണ്ണതയിലേക്ക് എത്തിച്ചേരണം. ആത്മഹത്യയോ ആരെങ്കിലും? ഇത് മനസ്സിലായാൽ ആരെങ്കിലും തൂങ്ങിച്ചാവാൻ പോവോ? ഇല്ല. കാരണം മനസ്സിലായി, ഞാൻ തൂങ്ങിച്ചാവാനല്ല വന്നത്, ഞാൻ വന്നത് പൂർണ്ണതയിലേക്ക്. അതിൻ്റെ ഇടയിൽ പല വിഷങ്ങളും വരും, പല കളിയാക്കലുകളും പരിഹാസങ്ങളും നിന്ദകളും. ഇല്ലേ? കൃഷ്ണൻ തന്നെ എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ട്, രാമൻ തന്നെ എന്തെല്ലാം ഉണ്ടോ ഇല്ലയോ? എല്ലാ അവതാരങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ഉണ്ടോ? അയ്യപ്പസ്വാമി തന്നെ ശബരിമലയിൽ പോയിരിക്കാൻ എന്താ കാരണം? വീട്ടിൽ സമാധാനം ഇല്ലാത്തോണ്ടാ, അല്ലേ? ശരിയായിരുന്നില്ലേ? ആ അയ്യപ്പസ്വാമി വീട്ടിലിരിക്കുന്ന സമയത്താണല്ലോ രണ്ടാമത്തെ ഒരു കുട്ടി വന്നത്. അപ്പോഴേക്ക് രാജ്ഞിയുടെ കുനുട്ടു ബുദ്ധി മാറി. അയ്യപ്പനെങ്കിലും ഔട്ടാക്കണം. കാരണം അയ്യപ്പൻ ഒരു അഡോപ്റ്റഡ് സണ്ണാണ്. അയ്യപ്പനെ വഴിയിൽ നിന്ന് കിട്ടിയതാണ്. ദത്താണോ എനിക്കറിയില്ല. ഏതായാലും അയ്യപ്പനെ ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ആരുടെങ്കിലും കയ്യിൽ നിന്ന് എടുക്കുന്നതിനെയാണ്, ഒരു കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തിലേക്ക് എടുക്കുന്നതിനെയാണ് ശരിക്കും ടെക്നിക്കലി ദത്തെടുക്കുക. അയ്യപ്പനെ അങ്ങനെയല്ലല്ലോ കിട്ടിയത്, അയ്യപ്പനെ കാട്ടിൽ നിന്ന് കിട്ടിയതാണ്, അല്ലേ? അങ്ങനെ കിട്ടിയ ഒരു അയ്യപ്പനെ എങ്ങനെങ്കിലും കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കണം. അങ്ങനെയല്ലേ പുലിപ്പാലിനൊക്കെ വേണ്ടി പോകുന്നതും, അല്ലേ, കാര്യങ്ങളൊക്കെ. അതിനുശേഷം പിന്നെ ആ കൊട്ടാരത്തിൽ പിന്നെ അയ്യപ്പന് ഇരുന്നിട്ടില്ല, അന്ന് അവിടുന്ന് ഇറങ്ങിയതാണ്. അപ്പൊ കൊട്ടാരത്തിൽ നിന്ന് പോയി ശബരിമലയിൽ പോകാൻ എന്താ കാരണം? അയ്യപ്പൻ പരമസന്തോഷത്തോടു കൂടിയിട്ടാണ് അവിടുന്ന് പോയിണ്ടാവുക. കൊട്ടാരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? എല്ലാ അവതാരങ്ങളോട് ചോദിച്ചാലും എല്ലാവർക്കും എന്തെങ്കിലും. നിങ്ങൾ നോക്കൂ, പരമശിവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാധിക്കുന്ന ആ പരമശിവന്റെ ഭാര്യ സതീദേവി അല്ലേ യാഗാഗ്നിയിലേക്ക് ചാടിയില്ലേ? പരമശിവന് പ്രശ്നങ്ങൾ ഉണ്ടായിണ്ടാവില്ലേ? ഇനിയിപ്പോ കൃഷ്ണന്റെ കഥകൾ നാളെ തുടങ്ങാൻ പോകുന്നുള്ളൂ. അപ്പൊ കാണാം ഓരോ പൂരങ്ങള്. എല്ലാ അവതാരങ്ങൾക്കും ഓരോരോ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും. ഇപ്പൊ കൃഷ്ണന്റെ അവതാരം തന്നെ ഇപ്പൊ നമ്മളിന്ന് കാണുമ്പോ 7 പ്രസവം, 7ാമത്തെ പ്രസവം പോട്ടെ, ബലരാമൻ പോയി. 6 പ്രസവം കുട്ടികൾ മരിച്ചു ദേവകിക്ക്. ഉണ്ടോ? 6 കുട്ടികൾ ക്രൂരമായി കൊല്ലപ്പെടുന്ന കാഴ്ച ആര് കണ്ടു? അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ട് അടുത്ത പുത്രനായി ഭഗവാൻ വരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ആരെങ്കിലും സമ്മതിക്കുമോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങള്? ഭഗവാൻ വരുമോ വരില്ല എന്നുള്ള ഉറപ്പില്ല, അത് വേറെ കാര്യം. ഈ ക്രൂരത കണ്ടുകൊണ്ട് ഒരു ഭഗവാനെ വരുത്താൻ ആൾക്കാർ തയ്യാറാവുമോ? പറയൂ നിങ്ങൾ. അപ്പൊ ഭഗവാന്റെ അവതാരത്തിന് പോലും ആ വീട്ടിൽ പോലും ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും. അപ്പൊ ആർക്കാ ഇതില്ലാത്തത്? നിങ്ങൾ നോക്കൂ, ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രത്തിൽ ചെന്നിട്ട് നിങ്ങൾ പറയാണ്, സ്വാമി ഒരുപാട് കുടുംബ പ്രശ്നം, വീട്ടിലൊക്കെ സമാധാനം ഇല്ല. ശ്രീരാമസ്വാമി പറയും, 14 വർഷം ഞാൻ കാട്ടിപ്പോയത് വീട്ടിലെ പ്രശ്നം കാരണമാണ്. എന്താ നീ മനസ്സിലാക്കി? കാട്ടിപ്പോണ്ട്. ഈ പഴയ കാലത്ത് കവിമാരൊക്കെ വളരെ ഇന്റലിജന്റ് ആയിരുന്നു.
നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ണായി വാര്യർ എന്നൊക്കെ? അദ്ദേഹം കഥകളിയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്ത ആളാണ്. ഇതുപോലെ കുഞ്ചൻ നമ്പ്യാരെ അറിയാത്തവരാരും ഉണ്ടാവില്ല, അല്ലേ? കുഞ്ചൻ നമ്പ്യാര് തുള്ളൽ, മാർഗേ കടക്കുന്ന മർക്കടാ നീയങ്ങ് മാറിക്കിടക്കട എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ വരികൾ. ഇവര് രണ്ടുപേരും തിരുവല്ലാമല അമ്പലത്തിൽ പോയി. എവിടെ? തിരുവല്ലാമല പോയിട്ടുണ്ടോ നിങ്ങൾ? തൃശ്ശൂരില് ജില്ലയില്, പാലക്കാടും തൃശ്ശൂരിന്റെയും ബോർഡറിൽ വരുന്ന അമ്പലമാണ് തിരുവല്ല. ഞാൻ രാവിലെ ഉച്ചയ്ക്ക് കഥ പറഞ്ഞില്ലേ അവിടെ ആ ക്ഷേത്രത്തിലാണ്. കാരണം അവിടെ കവിമാരൊക്കെ ധാരാളം പോകും. ധാരാളം കവിമാരൊക്കെ ഉള്ള കലാകാരന്മാരുള്ള ഒരു ഏരിയ ആയിരുന്നു അത് അന്നത്തെ കാലത്ത്. ഒരു പി കുഞ്ഞിരാമൻ നായർ എന്നൊരു കവിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കവികൾ ഗംഭീരാണ്, ഒരു രസകരമായ കവി എന്നാണ്. ഇദ്ദേഹമൊക്കെ തിരുവല്ലാമലക്കാരനാണ്. ഇങ്ങനെ കുറേ പേര്, വലിയ കൊട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇവര് രണ്ടുപേരും അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കേസ് ഉണ്ടല്ലോ, പ്രണയം, ആ സ്ഥലം അവിടെ അതിന് പറ്റിയതാണ്. അപ്പൊ ഇവര് രണ്ടുപേരും അമ്പലത്തിൽ ചെന്നപ്പോൾ ഉണ്ട് ഒരു പയ്യനും ഒരു പെണ്ണും ഇരുന്ന് കൊഞ്ചുകയാണ്. ഇത് കണ്ടതും ഉണ്ണായി വാര്യർക്ക് തട്ടി. ഏണാക്ഷിമാരോട് കൊഞ്ചുവതിനല്ല ഈ സന്നിധിയിൽ വന്നത് എന്നങ്ങോട്ടൊരു കാവ്യം രചിച്ചു പറഞ്ഞു. ഏണാക്ഷിമാരോട് കൊഞ്ചാനല്ല ഈ ക്ഷേത്ര സന്നിധി വന്നിരിക്കുന്നത്, രാമനെ ഭജിക്കാനല്ലേ എന്ന് ചോദ്യം. കുഞ്ചൻ നമ്പ്യാർ അപ്പം കൊടുത്തു മറുപടി. പണ്ടൊരു ഏണാക്ഷിയോട് കൊഞ്ചുവത് കാരണം രാമൻ ഇവിടെ ഇരിക്കേണ്ടി വന്നു. അതായത് തിരുവല്ലാമലയിലെ പ്രതിഷ്ഠ, സീതാദേവി നഷ്ടപ്പെട്ട് വിരഹത്തിൽ രാമനിരിക്കുന്ന പ്രതിഷ്ഠയാണ്. സീതാന്വേഷണത്തിന് പോകുമ്പോൾ തിരുവല്ലാമല വഴി പോയി എന്നാണ്. ആ സങ്കല്പത്തിലാണ് ആരെ വെച്ചത്? ഇത് കുഞ്ചൻ നമ്പ്യാർക്ക് അറിയാം. അപ്പൊ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞു, പണ്ട് ശൂർപ്പണയോട് കൊഞ്ചിയതിന്റെ കാരണമാണ് ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായത് എന്ന്. അന്ന് ശൂർപ്പണയോട് കൊഞ്ചിയിരുന്നില്ലെങ്കിൽ രാമൻ ഇവിടെ വന്നിരിക്കേണ്ട ഒരു കഴുതില്ലേ കാര്യം. അല്ല, ആ കൃത്യം സമയത്ത് അങ്ങോട്ട് പറയേണ്ടത്. ആ കഥ അറിയുന്നവർക്ക് പറയാൻ പറ്റില്ലോ, ആണോ? ഇതുപോലെയാണ് അവതാരങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ജീവിതത്തിലെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മളായിട്ടൊരു ഒഴിവുണ്ടാവുമോ? ഇപ്പൊ നമ്മുടെ വിഷമങ്ങളൊന്നും എവിടെ ചെന്ന് പറയരുത്, ഭഗവാനോട് പറയരുത്. ഭഗവാൻ പറയും, നിങ്ങളുടെ ഇത് ഭേദമാണ്. നിങ്ങള് ചെണ്ടയാണ് കൊട്ടുന്നതെങ്കിൽ എൻ്റെ പ്രശ്നം മദ്ദളാണ്, രണ്ടു ഭാഗത്തും കൊട്ടുന്നതാണ്, ഇല്ലേ? അതൊക്കെ അനുഭവിക്കേണ്ടതായി അവർക്കും വന്നിട്ടുണ്ട്. അവരെ ജീവിതം അത്ര സുഖമൊന്നും ആയിരുന്നില്ല. ആയിരുന്നോ? ഇല്ല. അപ്പൊ നിൽക്കട്ടെ. അപ്പൊ പരിണാമം എന്ന് പറയുന്നത് പൂർണ്ണതയിലേക്കുള്ളൊരു യാത്രയാണ്. ക്ലിയർ ആണോ? ഒരു കാര്യത്തിലും തടഞ്ഞ് അവിടെ ഇരുന്ന് ദുരിതം അനുഭവിക്കേണ്ട യാതൊരു കാര്യമില്ല. മുന്നോട്ട്. ഗുരുവായൂരിൽ അമ്പലത്തിൽ പാറാവുകാർ അതിനാ വെച്ചത്. ആര് വന്ന് തൊഴുതാലും മുന്നോട്ട് 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 മുന്നോട്ട്. കാരണം ഗുരുവായൂരപ്പന് തരാനുള്ള സന്ദേശവും എന്താണ്? ഗുരുവായൂരിൽ കല്യാണം നടത്തിയവരാരെങ്കിലും ഉണ്ടോ അവിടെ? ആ കോയിമക്കാരുണ്ട് ഈ കല്യാണം നടത്തി കൊടുക്കാനുള്ള. അവർ ഈ മാലയൊക്കെ എടുക്കും ഈ മണ്ഡപത്തില്. കണ്ടില്ലേ അവിടെ മണ്ഡപത്തിലല്ലേ കല്യാണം? ആ മാല രണ്ടുപേർക്കും തുളസി മാലയൊക്കെ കൊടുത്ത് കൈ കൊടുത്തിട്ട് പറയും, ഇനി ചുറ്റിക്കോളൂന്ന്. എന്താണ്? ആ വിളക്കിന് ചുറ്റും ചുറ്റാൻ പറയും. അമ്മ തോട്ടങ്ങും പാവങ്ങളുടെ ജീവിതത്തിലെ ചുറ്റല്. ഇവരിന്നിട്ട് ആ ഗുരുവായൂരപ്പന്റെ മുന്നിൽ ചെന്നിട്ട് പറയും, ഗുരുവായൂരപ്പാ ചുറ്റിക്കല്ലേ എന്ന്. അപ്പൊ പാറ വരെ കറങ്ങി വരൂ. ഇവിടത്തെ ചുറ്റല് തീർന്നിട്ടില്ല. അപ്പോഴേക്കും അടുത്ത വാക്ക് എന്ത്? കറങ്ങി വരൂ. അങ്ങനെ അന്ന് മുതൽ ചുറ്റിക്കറക്കം തന്നെ. ഗുരുവായൂർ വെച്ച് കല്യാണം നടത്തിയിട്ടുണ്ടോ? തുടങ്ങി. എന്ത്? ഗുരുവായൂരപ്പ ഇങ്ങനെ ചുറ്റി. ഭഗവാൻ പറയും, ഞാൻ ഏറെ കറങ്ങിയ ആളാണ്, കുറച്ച് നിങ്ങളും കറങ്ങണ്ടേ, കുറച്ചൊക്കെ നിങ്ങൾക്കും വേണ്ടേ കറക്കാം. ഇതാണ് ജീവിതം. അപ്പൊ അതുകൊണ്ട് ഇനി ഗുരുവായൂരിൽ വെച്ച് കല്യാണം നടത്തിയവർ വിഷമിക്കണ്ട. ദൈവമേ, സ്വാമി പറഞ്ഞ പോലെ എൻ്റെ മക്കളുടെ കല്യാണം കഴിഞ്ഞത് ഇപ്പൊ അവിടെയാണ്, ഇനിയിപ്പോ അവര് ചുറ്റിക്കറക്കാൻ തുടങ്ങുന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിഷമിക്കണ്ട. പക്ഷെ അതിലൊരു യാഥാർത്ഥ്യമുണ്ട്. ഏത് ചുറ്റിക്കറക്കം? ചുറ്റിക്കറങ്ങി കറങ്ങി കറങ്ങി കറങ്ങി. നമ്മളിപ്പോ ഒരു കോലിൽ ചുറ്റും നൂല് ചുറ്റിക്കഴിഞ്ഞാൽ അവസാനം ആ നൂലും കോലൊക്കെ ഒന്നായി മാറും. ചുറ്റി 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 അവസാനം സെന്ററിലേക്ക് വരണം. അങ്ങനെയല്ലേ? കറങ്ങി കറങ്ങി എങ്ങോട്ട് വരണം? കറങ്ങി കറങ്ങി അതിന്റെ കേന്ദ്രത്തിലേക്ക്. ഇതന്നെയാ ഭഗവാൻ കറങ്ങി വരൂ എന്ന് വെച്ചാൽ
ആ പൂർണ്ണതയിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം. കാരണം ഞാൻ ഇരിക്കുന്നത് ഹൃദ്ദേശേ തിഷ്ഠതി. നിൽക്കട്ടെ. ഏതായാലും ഇങ്ങനെ ഈ ഒരു പരിണാമത്തിന്റെ കഥയും പറഞ്ഞ് 9-ാം സ്കന്ധത്തിലേക്ക് കിടക്കുക. 9-ാം സ്കന്ധം കഥാസരിത് സാഗരമാണ്. അനവധി കഥകൾ നിറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് ഇത് 9-ാം സ്കന്ധം. നമുക്ക് ചില പ്രധാന കഥകളൊക്കെ എടുത്തിട്ട് പോവാം, അല്ലെങ്കിൽ സമയമേറെ പോവും. 4ഉം 5ഉം അധ്യായത്തിൽ അംബരീഷ ചരിതമുണ്ട്. 4ഉം 5ഉം. അംബരീഷ ചക്രവർത്തി ഭാരതം ഭരിച്ച ചക്രവർത്തിയായിരുന്നു. നാഭാഗ തനയനായ അംബരീഷൻ. അദ്ദേഹം രാജ്യം ഭരിക്കുമ്പോൾ സപ്തദ്വീപപതിം മഹിം, വ്യാസപ്രതിഭയെ നമസ്കരിക്കണേ. അങ്ങനെ ഒരു വാക്കുണ്ട് 4-ാമത്തെ 9-ാം സ്കന്ധത്തിൽ 4-ാം അധ്യായത്തിൽ. ഇങ്ങനെയൊക്കെയുള്ള ശ്ലോകങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ല. കാരണം ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ടല്ലോ നമ്മുടെ പൂർവികരുടെ ആ ഒരു വലിയ അറിവിൻ്റെ മുന്നിൽ നമ്മൾ നമിക്കുകയാണ്. സൂക്ഷ്മമായ അറിവ്. നിങ്ങൾക്കൊക്കെ അത് പറയുമ്പോൾ അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ്. 9-ാമത്തെ അധ്യായത്തിൽ 9-ാം സ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ അംബരീഷോ മഹാഭാഗ എന്ന് തുടങ്ങുന്നൊരു ഭാഗമുണ്ട്. സപ്തദ്വീപപതിം മഹിം, 15-ാം ശ്ലോകം. 9-ൽ 4-ൽ 15. സപ്തദ്വീപപതി. സപ്തദ്വീപ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 7 ദ്വീപുകള്. ഭാരതത്തിനകത്ത് 7 ദ്വീപില്ല എന്തായാലും. പക്ഷെ ഭൂമി 7 ദ്വീപുകൾ, കോണ്ടിനെന്റ് എന്ന് പറയും. എത്ര? ഈ ഭൂമി എത്ര? 7 കോണ്ടിനെന്റ് നിറഞ്ഞതാണ്. ഏത്? ആഫ്രിക്കൻ ഉപഭൂഖണ്ഡം എന്നൊക്കെ കേട്ടില്ലേ? ഏഷ്യ, ആഫ്രിക്ക, അതുപോലെ യൂറോപ്പ്, കേട്ടില്ലേ? ഇതൊക്കെ അന്റാർട്ടിക്ക, ആർട്ടിക് തുടങ്ങിയുള്ള സ്ഥലങ്ങൾ കേട്ടില്ലേ? എങ്ങനെ ഇവർക്ക് മനസ്സിലായി 7 ഉപഭൂഖണ്ഡങ്ങൾ ഇവിടെ ഉണ്ടെന്ന്? ഇത് യാത്ര ചെയ്യാത്ത ഒരാൾക്ക് എങ്ങനെയാ മനസ്സിലാവുക? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? വളരെ സൂക്ഷ്മ ബുദ്ധിയുള്ളവരല്ലേ, അല്ലേ? ആണോ? നിങ്ങൾ നോക്കൂ, രാമായണത്തിൽ വിമാനത്തെക്കുറിച്ച്, പുഷ്പക വിമാനം, അന്നത്തെ കാലത്ത് വിമാനം ആകാശത്ത് കൂടെ പറക്കുക. രാമൻ അങ്ങോട്ട് പോകുമ്പോൾ ദിവസങ്ങളും മാസങ്ങളും എടുത്തു. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് അയോധ്യയിൽ തിരിച്ചെത്തി. ഇപ്പൊ വിമാനം വേഗത്തിൽ സഞ്ചരിക്കുന്നതാണ്, അതിന് പറക്കാൻ പറ്റും, ഇല്ലേ? അതിന്റെ പേര് തന്നെ വിമാനം എന്നാണ്. അന്നത്തെ കാലഘട്ടത്തിൽ അത് ഭാവനയിൽ കാണാൻ സാധിച്ച ആ പ്രതിഭയെ നമസ്കരിക്കണ്ടേ? ആകാശത്തൂടെ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തെ വിമാനം എന്ന് വിളിച്ച ആ പേര് ഇന്നും അതുപോലെ നിലനിൽക്കുന്നുണ്ടല്ലോ. എന്താ ഒന്നും മിണ്ടാത്തത്? ഇല്ലേ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ആ പ്രതിഭയെ, ആ ഒരു ഭാവനയെ ബഹുമാനിക്കേണ്ടതില്ലേ? നമ്മുടെ ഭാരതത്തിന്റെ പൂർവികരായിട്ടുള്ള ആളുകളുടെ ഉണ്ടല്ലോ ആ ദീർഘവീക്ഷണവും സൂക്ഷ്മദൃഷ്ടിയും നമ്മൾ ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് കേരളീയർക്ക് ഇതിലൊന്നും ഒരു വിലയില്ല. പലപ്പോഴും നമ്മുടെ ഹിന്ദു സംസ്കൃതിയെ അവഹേളിക്കുന്നതിലാണ് കൂടുതലും ഹിന്ദുക്കൾ ഉള്ളത്. എത്ര ആളുകളാണ് ഇത് അവഹേളിക്കാൻ കൂട്ടുനിൽക്കുക? മനസ്സിലായില്ലേ? അത് ചില ആളുകൾ അതിന് കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, അയ്യപ്പസ്വാമിയുടെ ആ പ്രശ്നം വന്നപ്പോൾ അവിടെ ഒരു സങ്കല്പമുണ്ട്. അതായത് ഏത് കാലഘട്ടത്തിൽ ഒരു കന്നിസ്വാമി കയറിയിട്ടില്ലയോ അന്ന് അയ്യപ്പന്റെ കല്യാണം നടക്കുന്ന. അതിനെ പരിഹസിച്ച നേതാക്കന്മാരില്ലേ അന്ന്? പത്രത്തിലും ടി വിയിലൊക്കെ കണ്ടില്ലേ? ഹിന്ദുക്കളെ അവഹേളിക്കുന്നത്. ഹിന്ദുക്കള്. അപ്പൊ ഈ സംസ്കാരത്തെ വേണ്ട പോലെ സമൂഹത്തിലേക്ക് പറഞ്ഞ് പഠിപ്പിക്കാൻ നമുക്ക് പറയൂ. ഞാൻ ഇതൊക്കെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുത്തുന്നത് എന്താ വെച്ചാൽ, ഇന്നിപ്പോ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ ബോധമണ്ഡലത്തിൽ ഇത് ഉണ്ടാവണം. ഇങ്ങനെയൊക്കെയുള്ള വരികൾ ഭാഗവതത്തിൽ ഉണ്ട്. 7 ദ്വീപുകളാണ് ഈ ഭൂമിയിലെന്ന് തിരിച്ചറിഞ്ഞ മഹാപ്രതിഭ, വ്യാസപ്രതിഭ എഴുതിയതാണ് ശ്രീമദ്. അതുപോലെ ഭൂഗോള വർണ്ണന, ഭൂമി ഗോളാകൃതിയാണ്. അതുപോലെ സൂര്യന് ചുറ്റും ഗൃഹാദീനാം, നക്ഷത്രങ്ങൾ പരിധാവതാം, അത് കടന്ന് പരിക്രമണം ചെയ്യുന്നു
എന്നൊക്കെ എഴുതി വെക്കണമെങ്കിൽ ഒരു സോളാർ സിസ്റ്റത്തെ അല്ലെങ്കിൽ ഒരു ഗാലക്സിയെ മനസ്സിലാക്കിക്കൊണ്ട് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ച സൂക്ഷ്മ പ്രതിഭകൾ ഈ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കൂ, എവല്യൂഷന്റെ ആ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ എത്ര ചിട്ടയോടുകൂടിയിട്ടാണ് ദശാവതാരത്തെ വെച്ചിരിക്കുന്നത്. നമ്മളതിനെ ഒന്ന് ഇന്റർപ്രിറ്റ് ചെയ്താൽ മതി, അത്ര ഗംഭീരമാണ്. നിൽക്കട്ടെ, ഇവിടെ 7 ദ്വീപുകൾ കയ്യിലുണ്ടായിട്ടും അദ്ദേഹത്തിന്റെ സമ്പത്ത് ഇതായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സമ്പത്ത് ഏതായിരുന്നു? വാസുദേവേ ഭഗവതി തദ്വേഷു സാധുഷു. ആരാ അദ്ദേഹത്തിന്റെ സമ്പത്ത്? എന്താണ് ഏറ്റവും വലിയ സമ്പത്ത്? ഭഗവാനാകുന്ന സമ്പത്തും ഭക്തന്മാരാകുന്ന സമ്പത്തും. എന്താണ് ഭഗവാനാകുന്ന സമ്പത്ത്? കാരണം ഭഗവാനാകുന്ന സമ്പത്താണ് പൂർണ്ണ ബോധം. അതിലേക്കാണ് എനിക്ക് എത്തേണ്ടത്. ഭക്തന്മാരാകുന്ന സമ്പത്ത് എന്തിനാണ്? അതിലൂടെയാണ് ആരിലേക്ക് എത്തേണ്ടത്? ആരിലേക്ക് എത്തേണ്ടത്? ഭഗവാനിലേക്ക്. അപ്പൊ സാധനയും സത്സംഗവും എന്താണ്? ഇതാണ് നമ്മുടെ സമ്പത്ത് എന്നറിയണം. നിങ്ങളുടെ വെൽത്ത് എന്താണ്? 4 FD ഉണ്ട് സ്വാമി, പിന്നെ സ്വർണം കുറച്ചുണ്ട്, ഇതൊക്കെയാണോ സമ്പത്ത്? പിന്നെ 2 മക്കൾ അവിടെയുണ്ട്, 2 മക്കൾ ഇവിടെയുണ്ട്, ഇതാണോ സമ്പത്ത്? അല്ല. എൻ്റെ സമ്പത്ത് എന്താണ്? എൻ്റെ സാധന, എൻ്റെ നാമജപമാണ് എൻ്റെ സമ്പത്ത്. അങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ? എന്ത് ധൈര്യം? നാമജപമാണ് എൻ്റെ സമ്പത്ത് എന്ന് പറയാൻ ധൈര്യമുള്ളവർ എത്ര പേരുണ്ട്? നോണ അറിയരുതേ എവിടെ ഇരുന്നിട്ട്. നാമജപമാണ് എൻ്റെ സമ്പത്ത്. മനസ്സിലായില്ലേ? ഇപ്പം മനസ്സിലായി, ഇതുവരെ മനസ്സിലായിണ്ടായിരുന്നില്ല. അപ്പോ ജീവിതത്തിൽ അത് കൊണ്ടു നടക്കണം നമ്മള്. എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് നാമജപമാണ്. പിന്നെന്താ സമ്പത്ത്? സത്സംഗമാണ്. എന്താണ്? നല്ല കുറെ ആളുകളെ കണ്ടുപിടിക്കുക, കൂടുക, എന്തെങ്കിലുമൊക്കെ പഠിക്കുക. നിങ്ങളൊക്കെ എന്ത് ഭാഗ്യം ചെയ്തവരാ നോക്കൂ നിങ്ങൾ. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ധാരാളം സമയം നമുക്കുണ്ട്. ഉണ്ടോ? പണ്ടത്തെ അമ്മമാരൊക്കെ അനുഭവിച്ച ദുരിതം നിങ്ങൾക്കുണ്ടോ? അവർക്കാണെങ്കിൽ എല്ലാ വർഷവും പ്രസവിക്കണം, വെള്ളം കോരി എടുക്കണം, ഇല്ലേ? അടുപ്പ് കത്തിച്ചൂതി കത്തിക്കണം. ഉണ്ടോ ഇല്ലയോ? എത്ര ദുരിതങ്ങള്. ഒന്ന് ടോയ്ലറ്റിൽ പോകണം എന്നുണ്ടെങ്കിൽ, ബാത്റൂം പോണേ 1/2 കിലോമീറ്റർ പോകണം. അനുഭവിച്ചിട്ടില്ലേ അവര്? ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് നോക്കൂ, ഒക്കെ സ്വിച്ച് ഓൺ ചെയ്താൽ മതി. വെള്ളം കയറി, മോട്ടോർ ഓൺ ചെയ്തു, ഗ്രൈൻഡർ ഓണായി. ഇനി ഇതൊന്നും ബുദ്ധിമുട്ടുമില്ല. ഉണ്ടാക്കിയത് അങ്ങനെ അങ്ങോട്ട് കയറ്റി വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇങ്ങോട്ട് ഒഴിച്ചുണ്ടാക്കിയാൽ മതി ഓരോന്ന്. ഇല്ലേ? ഓരോ വീട്ടിൽ പോയി നോക്കൂ, 2024 ദോശമാവ് വരെണ്ടാവും അവിടെ. അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. ഞാനൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, സ്വാമി പഴം കൂട്ടാനാവാലോ? ഓ, പഴം കൂട്ടാൻ എന്താ ഒരു കുഴപ്പം? പിന്നെയാ പറയണത്, ഒരാഴ്ചയെ പഴക്കമുള്ളൂ എന്ന്. പഴയം കൂട്ടാനാണ്. ഭാഷ ഞാൻ കേട്ടത് തെറ്റിപ്പോയി. ആരെ ഈ കുന്തത്തിലെല്ലാം എടുത്തു വെക്കാലോ നമുക്ക്, ഇല്ലേ? ശരിയല്ലേ? എന്നും സാമ്പാർ ഉണ്ടാക്കേണ്ടതുണ്ടോ? ഉണ്ടോ? ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്നിട്ടും സത്സംഗത്തിന് സമയം കണ്ടെത്തില്ലെങ്കിൽ എന്തൊരു നഷ്ടം. മനശ്ചിന്നലഗ്നം ഗുരോരംഗ്രി പത്മേ തതയ്ക്കും തതയ്ക്കും തതയ്ക്കും. ഉദ്ധവരോട് കൃഷ്ണൻ പറയും, 11-ാം സ്കന്ധം 17-ാം അധ്യായം 19-ാം ശ്ലോകത്തിൽ പറയും, ഹോ എന്തൊരു നൃദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരുകർണധാരം മയാനുകൂലേന നഭസ്വതേരിതം പുമാൻ ഭവാബ്ദിം നദരേ സാത്മഹ. എന്താ പറയണത്? നല്ലൊരു മനുഷ്യജന്മം കിട്ടിയിട്ട് വേണ്ടത് പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഗുരു ആചാര്യന്മാരുടെ അടുത്ത് പോയോ ഒക്കെ മറ്റും പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഈ ജന്മത്തിന് എന്ത് മഹത്വം എന്നാണ്. ഈ ജന്മത്തിന് പിന്നെ എന്ത് മഹത്വമുണ്ട്? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നത്, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എല്ലാവരും അമ്പലത്തിൽ വന്ന് എന്ത് വേണം? വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമൊക്കെ ചൊല്ലുന്ന ഒരു സംസ്കാരം നമ്മൾ അങ്ങോട്ട് തുടങ്ങി വെക്കണം. പിന്നെ ഭഗവത്ഗീത ഓരോന്നോരോന്നോരോന്ന് അങ്ങനെ എടുക്കണം. മനസ്സിലായില്ലേ? എന്തൊരു രസമായിരിക്കും അത്. എല്ലാവരും ഒന്ന് മെനക്കെട്ടാൽ അതിനൊരു ഊർജം ഉണ്ടാവില്ലേ? ഉണ്ടാവൂ ഇല്ലയോ? ഇപ്പം തന്നെ നോക്കൂ, നമ്മൾ ഇത്രയും ആളുകൾ ചേർന്ന് നാമം ചൊല്ലുമ്പോൾ അതിനൊരു ഊർജം ഇല്ലേ? ഉണ്ടോ ഇല്ലയോ?
അതെന്തൊരു രസമുണ്ട്. ഇതിലേക്കൊരു ഒരു രസം കൂടി വന്നാൽ, ഒരു ഇൻട്രസ്റ്റ് കൂടെ വന്നാൽ സമയം കടന്നു പോകുന്നത് അറിയില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു സംസ്കാരം നമുക്ക് അങ്ങോട്ട് വന്നിട്ടില്ല. കാരണം ഇതാണ് സമ്പത്തെന്ന് ബോധ്യം വന്നില്ല. നമുക്ക് സമ്പത്തെന്ന് പറഞ്ഞാൽ കുറെ പൊട്ട രാഷ്ട്രീയവും തോണ്ടിയിരിക്കൽ തന്നെ, കണ്ടവൻ്റെയൊക്കെ വായിൽ നോക്കിയിരിക്കുക തന്നെ. മനസ്സിലായില്ലേ? സമയം അങ്ങനെ കളഞ്ഞു കുളിക്കുകയാണ് പലരും. ആണോ അല്ലയോ? അത് പ്രത്യേകിച്ച് ആണുങ്ങൾ ഈ കാര്യത്തിൽ അങ്ങോട്ട് പുറകിലായിപ്പോയി. കൂടുതലും പിന്നെ ഇൻട്രസ്റ്റ് എടുക്കുന്നത് സ്ത്രീകളാണ്. നാരായണീയൻ ഗ്രൂപ്പ്, അങ്ങനെ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ്, ദേവി ഭാഗവതം, ദേവി മാഹാത്മ്യം എന്നൊക്കെ പറഞ്ഞ് ധാരാളം ആക്ടിവിറ്റി ഇപ്പം അങ്ങനെ നടക്കുന്നുണ്ട്. ഉണ്ടോ? അപ്പൊ ആണുങ്ങൾക്കത് മനസ്സിലായില്ലേ? ആണുങ്ങളുടെ വിചാരം ഞങ്ങളെന്ത് വീട്ടിൽ കാവൽക്കാരാവാൻ നിൽക്കുന്നത്. പഴയ കാലത്ത് ആണുങ്ങളിലായിരുന്നു ആത്മീയത, സ്ത്രീകൾ വീട്ടിലായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ജന്മത്തിലെ ആണുങ്ങളൊക്കെ പെണ്ണുങ്ങളായി, കഴിഞ്ഞ ജന്മത്തിലെ പെണ്ണുങ്ങളെല്ലാം ആണുങ്ങളായി. അതുകൊണ്ട് ആണുങ്ങളൊക്കെ വീട്ടിൽ കാവൽക്കാരും സ്ത്രീകളൊക്കെ ഇരുന്ന് പുറത്ത് കറങ്ങി നാരായണീയത്തിന് പോണു. ഇപ്പം മാർക്കറ്റിലൊക്കെ ആരാ പോവുക കൂടുതലും? അത് അന്നത്തെ കാലത്ത് ബ്രഹ്മാവ് ശപിച്ചതാണ്. ആണുങ്ങളോട് പറഞ്ഞു സ്ത്രീ ഭവ, സ്ത്രീകളോട് പറഞ്ഞു പുരുഷോ ഭവ. പെണ്ണുങ്ങളൊക്കെ ആരായി തീരട്ടെ? അല്ല, സ്ത്രീകളൊക്കെ അന്നത്തെ കാലത്തെ സ്ത്രീകളൊക്കെ പുരുഷന്മാരെ പോലെ ആവട്ടെ എന്ന്, പുരുഷന്മാരൊക്കെ സ്ത്രീകളെ പോലെ ആവട്ടെ എന്ന്. സ്ത്രീകളകത്ത് അവരടുത്തായിപ്പോയി പാവം. ആണിന്റെ രൂപമുള്ളൂ, പക്ഷെ സ്ത്രീയുടെ ജീവിതമായിപ്പോയി. പ്രസവിക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ പ്രസംഗത്തിന് യാതൊരു കുറവുമില്ല, അല്ലേ? ഏതായാലും അത് മാറണം. എല്ലാവരും എങ്ങോട്ട് വരണം? അമ്പലങ്ങളിൽ വന്ന്. എന്തിനാണ് അമ്പലം? പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമ്മളെ അനുഗ്രഹിക്കുന്ന സ്ഥലമാണ് ഏത്? അമ്പലം. എപ്പോഴും ഓർമ്മ വേണം. ആർക്ക് വേണ്ടിയിട്ടാണ് അമ്പലം? ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ക്ഷേത്ര സംസ്കാരത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഏതായാലും ഞാനിത് പറയാൻ കാരണം, 7 ദ്വീപിന്റെ അധിപതിയായ അംബരീഷന് അതൊന്നും സമ്പത്തായി തോന്നിയില്ല. ഇനിയൊരു വലിയൊരു ശ്ലോകമുണ്ട് പറയുന്നത്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ സമ്പത്തിനെയൊക്കെ അദ്ദേഹം മൺകട്ട പോലെ തോന്നിയെന്നാണ്. എന്ന് വെച്ചാൽ അതിനൊന്നും വലിയൊരു വില കൊടുത്തില്ല. പക്ഷെ ഭഗവാന്റെ ആ ഭക്തി അദ്ദേഹത്തിന്റെ മനസ്സ് നിന്ന് എവിടെയാണ്? സവൈ മനകൃഷ്ണ പദാരവിന്ദയോ വജാം ശിവൈ ഗുണ്ട ഗുണാനുവർണ്ണനെ കരോഹരേ മാർജനാദിഷു ശ്രുതിം ചകാരച്യുത സക്കദോദേ. തന്റെ മനസ്സ് മുഴുവൻ ഭഗവാന്റെ മുകുന്ദ ചരണാരവിന്ദത്തിൽ വെച്ച്, മനകൃഷ്ണപദാരവിന്ദയോ, ഇങ്ങനെയൊക്കെ വെച്ച ഒരു മഹാനായിരുന്നു അംബരീഷൻ. അദ്ദേഹം ദ്വാദശി വ്രതം നോറ്റു. ഏകാദശിയും കഴിഞ്ഞ് ആ വ്രതം അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പം ഒരു ദിവസം കൊണ്ട് വ്രതം തീരില്ല. നെക്സ്റ്റ് ഡേ വൈകുന്നേരം സന്ധ്യയ്ക്ക് പാരണ ചെയ്ത് വ്രതം കംപ്ലീറ്റ് ചെയ്യുന്ന ആ വ്രതം, അത് അത്രയും ഭക്ഷണമൊക്കെ കഴിക്കാതെ ഇരിക്കണം. ഇദ്ദേഹമാണെങ്കിൽ വെള്ളം പോലും തൊട്ടില്ല, ഭക്ഷണവും ഇല്ല, വെള്ളവും ഇല്ലാത്തൊരു വ്രതമായിരുന്നു ആരെടുത്തത്? അംബരീഷൻ. അങ്ങനെ ജപിച്ച് അങ്ങനെ 2 ദിവസം ഏകാദശിയും. അപ്പൊ ദശമിയുടെ അന്ന് വൈകുന്നേരം തുടങ്ങി, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിർത്തി, വൈകുന്നേരം മുതൽ വ്രതം തുടങ്ങി. പിന്നെ ഏകാദശിയും കഴിഞ്ഞ് ദ്വാദശി സന്ധ്യയ്ക്ക് വെള്ളം കൂടി പാരണ ചെയ്തിട്ട് പൂർണ്ണമാക്കും. ഇങ്ങനെയൊരു വ്രതനിഷ്ഠ ആര്? ഈ അംബരീഷൻ. അങ്ങനെ ആ വ്രതം പൂർത്തീകരിക്കാൻ നിൽക്കുമ്പോഴാണ് ഇത്രയും ശുണ്ടിയുള്ള ഒരാള്, ആര്? ദുർവാസാവ് കയറി വരും. അപ്പോഴേക്കും അംബരീഷൻ ചാടി എണീറ്റു. മഹർഷി കാലൊക്കെ കഴുകി പൂജിച്ചു. വരൂ മഹർഷി, കുടിക്കാൻ വെള്ളം. എൻ്റെ സന്ധ്യാവന്ദനം കഴിഞ്ഞിട്ടില്ല. ശരി, ആ സന്ധ്യാവന്ദനമൊക്കെ കഴിഞ്ഞിട്ട് വരൂ പറഞ്ഞ പാർട്ടി കുളിക്കാൻ വേണ്ടി കാളിന്തിയിലേക്ക് പോയി. അംബരീഷൻ കാത്തിരുന്ന് ഇദ്ദേഹം വരുന്നില്ല. ഇവിടെയാണെങ്കിൽ ഇദ്ദേഹത്തിന് ആ വ്രതം ഒന്ന് മുറിക്കണം, പൂർണ്ണാക്കണം. അതിന് ഈ പാർട്ടിക്ക് വല്ലതും കൊടുത്തിട്ട് കുടിക്കാന്നൊക്കെ ഈ മനുഷ്യനെ കാണുന്നില്ല. അപ്പം മഹാന്മാരോടൊക്കെ ചോദിച്ചു. അദ്ദേഹത്തിന് ഇങ്ങനെ
കാത്തിരിക്കണോ? ഏയ് വേണ്ട, അങ്ങ് ഭക്ഷണമൊന്നും കഴിക്കണില്ലല്ലോ, ഇത്തിരി തീർത്ഥല്ലേ കുടിക്കണല്ലോ. അദ്ദേഹം തീർത്ഥം കുടിക്കുമ്പോഴാണ് കഷ്ടകാലം കയറി വരുന്നത്. ആര്? ദുർവാസാവ് കണ്ടതും കോപിച്ചു. വിഷ്ണു ഭക്തനാണത്രേ, അതിഥിയെ അപമാനിക്ക്, നിന്റെ എച്ചില് കഴിക്കാനാണ് ഞാൻ വന്നത്, നീ എന്താ കരുതിയത്? കോപം കൊണ്ട് കത്തി ജ്വലിച്ച്, ഈ മനുഷ്യന് ഇതൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഒന്നും പറയാൻ ഇടം കൊടുത്തില്ല. ഇദ്ദേഹം കണ്ട് തെറ്റിദ്ധരിച്ചു, ഇദ്ദേഹം എന്തോ ഭക്ഷണം എന്തൊക്കെയോ കഴിച്ചു എന്ന്. കോപം കൊണ്ട് ഇദ്ദേഹം കണ്ണൊക്കെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അടച്ച് പിന്നെ അങ്ങോട്ട് തുറക്കുന്നു. ഒരു കൃത്തിക വന്നു എന്നാണ്. തൻ്റെ സങ്കല്പം കൊണ്ടൊരു ഉത്തരവ് കൊടുക്കുകയാണ്, തല വെട്ടിക്കളയൂ ഇവന്റെ എന്ന്. ആരുടെ? അംബരീഷന്റെ. അംബരീഷൻ പേടിച്ചോടിയില്ല. അംബരീഷൻ അവിടെ തന്നെ ചചാലപ്പതാൽ നിൽപ്പാണ്. നിന്ന നിൽപ്പിലവിടെ ഒറ്റ നിൽപ്പാണ്. പേടിച്ചോടിയില്ലേ. ഭഗവാന്റെ നിശ്ചയം എന്താണോ അത് നടക്കട്ടെ എന്ന് ഒരൊറ്റ തീരുമാനം. മനസ്സിലായില്ലേ? ആ ഒരു ധൈര്യം ആർക്കുണ്ടായിരുന്നു? ആർക്കുണ്ടായിരുന്നു? അംബരീഷന്. അത് ചിലവർക്കുണ്ടല്ലോ, ചില ബുദ്ധി അങ്ങനെ വരും, ചിലവർക്കാണ് ആ ബുദ്ധി വരൂല്ല. ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, അമ്മ പറഞ്ഞു, സ്വാമി അംബരീഷന്റെ കഥ കേട്ടപ്പോൾ എനിക്കും അങ്ങനെ ഒരു ബുദ്ധി വന്നു ഒരിക്കലും. ഇവരിങ്ങനെ നടന്നു പോയിരുന്നു ഫ്രണ്ടിന്റെ കൂടെ. കാലത്ത് അമ്പലത്തിലേക്ക് എവിടെ പോവാണ്. അപ്പൊ ആരോ ഇങ്ങനെ വഴിയിൽ ചേച്ചി വഴി എന്നൊക്കെ ചോദിച്ചു വരില്ലേ. ആ വഴി ചോദിക്കാൻ വന്നപ്പം പറഞ്ഞു കൊടുത്തവി മാല പൊട്ടിച്ചു. ഇന്ന് മാല പൊട്ടിക്കില്ലേ അങ്ങനെയൊക്കെ ബൈക്കിലൊക്കെ വന്നിട്ട് ഉണ്ടോ? ആ മാല പൊട്ടിച്ചതും ഈ സ്ത്രീ ഉണ്ടല്ലോ ഉറക്കെ ഹാ 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 എന്ന് പറഞ്ഞ് ചിരിക്കുക. മാല പൊട്ടിച്ചിട്ട് ആരെങ്കിലും ചിരിക്കുവോ? പരിഹാസ ചിരി ചിരിച്ചാൽ പൊട്ടിച്ചവൻ എന്താ തോന്നുക? ലേശം മൂളുള്ളവൻ എന്താ തോന്നുക? ഇതെന്തോ മുക്കുപണ്ടെന്നല്ലേ തോന്നുക? വല്ല ഇമിറ്റേറ്റഡ് ഗോൾഡ് എന്നല്ലേ തോന്നുക? ആണോ? സ്വർണ്ണാണ് തോന്നുമോ? അവൻ എന്ത് വെച്ചാ മാല എടുത്ത് ഒരൊറ്റയേറ്, സത്യം 3 പവൻ ഒറ്റ ചിരിയിൽ തിരിച്ചു കിട്ടിയത്. എന്നാൽ അതിന് പകരം നമ്മളെ അയ്യോ അത് സ്വർണ്ണാണെന്ന് ഇനി ഉറപ്പിക്കാൻ വേറെ വല്ലതും വേണോ? ആ ഒരു ചിരിക്കാൻ, ആ കരയാതെ ചിരിക്കാൻ അംബരീഷ ചരിതാണ് അത്രേ പ്രചോദനം. അംബരീഷ ചരിതാണ്. അപ്പൊ വേണ്ടടുത്ത് അങ്ങനെ നിൽക്കണം. നേരെ കുറച്ച് വല്ല പാമ്പിന്റെയും പട്ടിയുടെയും മുന്നിൽ പോയിട്ട് ഞാൻ അംബരീഷ ചരിതമൊക്കെ കേട്ടിട്ടാ വന്നിരിക്കുന്നത് ഇല്ലേ? അങ്ങനെ അഹങ്കാരം കാണിക്കരുത്. വേണ്ടടുത്ത് വേണം വേണ്ട ബുദ്ധി കാണിക്കാൻ. മനസ്സിലായില്ലേ? അങ്ങനെ ഇപ്പോഴാണെങ്കിൽ നോക്കും, ഓൺലൈനിലൊക്കെ തട്ടിപ്പ് ധാരാളം ഉണ്ട്. അങ്ങനെയൊക്കെ കുറെ പേരെ പറ്റിക്കില്ലേ? പോലീസാണ്, കസ്റ്റംസ് നിന്നാണ്, അവിടെ നിന്നാണ്, ഇവിടെ നിന്നാണെന്നൊക്കെ ഭീഷണിപ്പെടുത്തില്ലേ? ഇല്ലേ? അങ്ങനെയൊക്കെ കേട്ടില്ലേ? അപ്പൊ ആ സമയത്തൊക്കെ അത് ഈ അംബരീഷ ചരിതം വളരെ ശക്തി കേട്ടോ. എനിക്കിങ്ങനെ ഒരിക്കൽ പോലീസിന് ഇത് വന്നു, ബോംബെ പോലീസ്. ഞാൻ അവിടെ പഠിച്ചതപ്പം. അപ്പം അവിടെ നിന്ന് എനിക്കൊരു കോള്, നിങ്ങളുടെ ആധാർ കാർഡ് മിസ്യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു കോള്. അപ്പം ഒരു വീഡിയോ കോളിലേക്ക് പോയി. അപ്പൊ അവിടെ പോലീസ് വേഷമൊക്കെ ധരിച്ചിട്ടുള്ള ഒരാള് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ആധാർ കാർഡ് മിസ്യൂസ് ചെയ്തു. ഞാനിതൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് അറസ്റ്റ് വാറന്റ് ഉണ്ട്. വെരി ഗുഡ്, നന്നായി. കാരണം ഭാഗവതം ഒരിടത്ത് സ്വസ്ഥമായിട്ടിരുന്നു വായിക്കാമല്ലോ. ഞാൻ അത്ര കൂളായിട്ടെടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ലല്ലേ എങ്ങനെ നിങ്ങൾക്ക് അറസ്റ്റ് വാറന്റ്, അതിനെന്താ പരിഹാരം എന്ന്? അല്ല, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ വെരിഫൈ ചെയ്യണമെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി തരികിടയാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരൊറ്റ കാര്യം ഹോൾഡ് ചെയ്യൂ, എനിക്ക് അറിയുന്ന ഒരു ഡിവൈസ് ഉണ്ട് ബോംബെയിൽ, ഞാൻ അദ്ദേഹത്തിനും കൂടി ലൈനിലെടുക്കാമെന്ന്. വെറുതെ പറയാം, അങ്ങനെ ഒരാളൊന്നും എനിക്കറിയില്ല. ഈ അംബരീഷ ചരിതം ആ സമയത്തൊരു നുണ പറയാൻ തോന്നി. ആ മനുഷ്യൻ അപ്പം കട്ട് ചെയ്തിട്ട് പോയി. അപ്പൊ തരികിടയാണെന്ന് മനസ്സിലായില്ലേ? ഒരൊറ്റ വാക്കുകൊണ്ട് സംഭവം തീർന്നു. അപ്പൊ ഈ തരത്തിലൊക്കെ ഉള്ള ഈ കള്ളത്തരങ്ങളൊക്കെ വരുമ്പം ചില സമയത്ത് നമ്മൾ ആ കള്ളത്തരത്തിന്റെ വാക്കുകളുടെ പിന്നാലെ അങ്ങോട്ട് പോയി. അങ്ങനെയാണ് പലരും ചതിക്കുഴിയിൽ. പറയൂ, ഈ അംബരീഷ ചരിതമൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ബുദ്ധിയൊക്കെ ഓർമ്മ വരും, എങ്ങനെ വേണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഭാഗവതമൊക്കെ ശരിക്കും വായിക്കണം എന്ന് പറയണത്. വേണോ? പറയൂ,
നാമൊക്കെ ചൊല്ലണം. അപ്പൊ നമ്മൾ ചില അപകടത്തിലൊക്കെ പെടുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതൊരു സെൻസ് ചെയ്യാൻ പറ്റും നമുക്ക് അപകടമാണ് എന്ന്. മനസ്സിലായില്ലേ? ചാടി പെട്ടെന്ന് നിങ്ങളുടെ ഈ കോതമംഗൽ ഈ ഭാഗത്ത് ഒരു പള്ളിയിൽ അച്ഛൻ്റെ 15 ലക്ഷം അടിച്ചു കൊണ്ടുപോയത്. മനസ്സിലായില്ലേ? 15 ലക്ഷം അടിച്ചു മാറ്റി അക്കൗണ്ടിൽ നിന്ന് ഈ കള്ളത്തരത്തില്. ഈ ഭാഗത്ത് എവിടെയുള്ള ഒരു ഫാദറിന്റെ. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും കുറെ പേരൊക്കെ അങ്ങനെ ഇരകളാവുന്നുണ്ട്. ഇല്ലേ? പറയാൻ പറ്റുക ഉണ്ടോ? ഇപ്പൊ നിൽക്കട്ടെ, ഇവിടെ അംബരീഷന്റെ നേരെ ആര് വരുന്നു? കത്രിയ. എന്താ മുടി വെട്ടാൻ വരിക? കൃത്തിക. ആരാണ്? കൃത്തിക. അംബരീഷന്റെ നേരെ. കൃത്തിക എന്നുള്ള പേര് മാറ്റരുത്. അങ്കുരീഷന്റെ നേരെ വാളുമായിട്ട് വരുന്നു. അസി വാളുമായിട്ട്. അംബരീഷൻ നച്ച ചാലപ്രതാലം നിന്ന നിൽപ്പിൽ നിന്ന് ഇളകിയില്ല. അപ്പോഴാണ് ഭഗവാന്റെ സുദർശന ചക്രം വരുന്നു. അവളുടെ കഴുത്ത് മുറിച്ച് കളഞ്ഞു. സംഗതി അവിടെ കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു എന്നാ വിചാരിച്ചത്. പക്ഷെ ഇവിടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല. ആ സുദർശന ചക്രം നേരെ ദുർവാസാവിന്റെ നേരെ. ദുർവാസാവ് കഴുത്ത് തപ്പി നോക്കിയുണ്ട്. പിന്നെ ജീവനും കൊണ്ടൊരു ഓട്ടം. എങ്ങോട്ടോടും ഒരു പിടിയില്ല. പിന്നെ തോന്നി ബ്രഹ്മാവിന്റെ അടുത്തേക്ക് പോവാന്ന്. കാരണം ബ്രഹ്മാവിന്റെ അടുത്തേക്ക് എന്തിനാ പോണത്? ബ്രഹ്മാവിന് മാത്രമേ ഏത് ദിക്കെന്ന് വന്നാലും കാണാനുള്ള തലയുള്ളൂ. മറ്റൊക്കെ നമുക്കിപ്പോ ഒരു ഭാഗത്തേക്കല്ലോ. ബ്രഹ്മാവിന് 4 കണക്ഷൻ ഉണ്ടല്ലോ. ഇപ്പൊ ഏത് ഭാഗത്തൂടെ പോയാലും ആര് കാണും? ബ്രഹ്മാവ്. ബ്രഹ്മാവിന്റെ അടുത്തെത്തി. ബ്രഹ്മാവ് അപ്പോഴേക്കും വരൂ ദുർവാസാവേ, കാലത്തിനെ കണ്ടിട്ട് എന്ന് പറഞ്ഞു. എന്നെ പിടിക്കേണ്ട കാരണം എന്റെ തല മാത്രമേ പോവുള്ളൂ, തല അങ്ങയുടെയും കൂടെ തല പോകുന്നു. ഹേയ്, എന്ത് പറ്റിയെന്ന് കണ്ടില്ലേ? ഹായ്, സുദർശന ചക്രം ഭഗവാൻ തന്നതാണോ? അല്ല, കൊണ്ടുപോകാൻ വരികയാണെന്ന്. തന്നതാണത്രേ. ഇതിപ്പോ തന്നതിന്റെ ഗുണം കാണുന്നത്. അതുകൊണ്ട് എത്രയും വേഗം അതിനെ ഒന്ന് നിർത്തി എന്നെ ഒന്ന് അനുഗ്രഹിക്കണം എന്ന്. ഉടനെ നമ്മളെ ചില ഹോസ്പിറ്റലുകാർ പറയില്ലേ, ഈ കേസ് ഇവിടെ എടുക്കില്ല എന്ന്, വേഗം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറഞ്ഞ പോലെ ബ്രഹ്മാവ് നേരെ കേസ് റെഫർ ചെയ്തു പരമശിവന്. ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. നേരെ പോയി പരമശിവന്റെ അടുത്ത്. പരമശിവൻ ചിലപ്പോൾ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് കണ്ണ് തുറന്നിട്ടില്ലെങ്കിൽ ചക്രം മാത്രമല്ല പോവുക, ഇദ്ദേഹത്തിന്റെ ജീവിതവും ഏറെക്കുറെ ചക്രത്തിലാവും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നല്ല കാലം ശിവൻ കണ്ണടച്ചിരിക്കണമൊന്നുമില്ല. ഓ, ദുർവാസാവിനെ കണ്ടതും സ്വീകരിച്ചു. വരൂ മഹർഷി, കാലൊക്കെ എത്രയും കണ്ടിട്ട് സുഖം തന്നെയല്ലേ എന്ന് പറഞ്ഞു. ഭഗവാനെ കുശലം ചോദിക്കുന്നതിന് മുമ്പ് പുറകോട്ടൊന്ന് നോക്കൂന്ന്. ഏയ്, ഇത് മഹാവിഷ്ണുവിന്റെ ചക്രം, അങ്ങ് എന്താ ഇതും കൊണ്ട് നടക്കണത് എന്ന്. കൊണ്ട് നടക്കല്ല, എന്നെ കൊണ്ടുപോകാൻ വരികയാണ്. എന്ത് പറ്റിയെന്ന് അത് പറയുമ്പോഴേക്കും എൻ്റെ കഥ തീർന്നിട്ടുണ്ടാവും. ഇത് എത്രയും വേഗം ഒന്ന് നിർത്തിയിട്ട് നമുക്ക് സമാധാനമായിട്ട് കഥ പറയാം. അയ്യോ, നിർത്തേണ്ട കാര്യത്തിനാണോ വന്നത്? അതെ, എന്നാ നേരെ ട്രിവാൻഡ്രം വെച്ച് പിടിപ്പിച്ചോളൂ എന്ന്, പത്മനാഭസ്വാമിയുടെ അടുത്തേക്ക് അടിച്ചു വിട്ടോളൂ എന്ന്. പിന്നെ നിന്നില്ല, നേരെ വൈകുണ്ഠ ഭഗവാന്റെ അടുത്തേക്ക്. അവിടെയാണെങ്കിൽ ഭഗവാനാണെങ്കിൽ അനന്തന്റെ മുകളിൽ കിടപ്പും അല്ലേ. അവിടെ ചെന്നു. അപ്പോഴേക്കും ഭഗവാൻ ചാടിപ്പടഞ്ഞെണീറ്റു. ദുർവാസ മഹർഷി വരൂ. അപ്പോഴേക്കും മഹർഷിയുടെ ഒരു 10-200 കിലോ പോയി. മഹർഷി നല്ല കുടവായിരുന്നു, നല്ല വലിയ രൂപമായിരുന്നു. അത് കുറേ കുറഞ്ഞു. കാരണം ഭക്ഷണമില്ല, ഒറ്റ പണിയുള്ളൂ, ഓട്ടം. ഇത്രയും ഡയറ്റ് ചെയ്തൊരു മനുഷ്യൻ ലോകത്തിലുണ്ടാവില്ല. ഓട്ടം തന്നെ. അവസാനം മഹാവിഷ്ണുവിൻ്റെ അടുത്തെത്തി. ഭഗവാൻ പറഞ്ഞു, എന്താ മഹർഷി എന്ന് പറഞ്ഞു. അങ്ങയുടെ കയ്യിലൊരു ചക്രമില്ലേ? അതെ, അത് കുറച്ച് ദിവസമായിട്ട് എൻ്റെ പിന്നിലാണ്. അത് എത്രയും വേഗം എൻ്റെ പിന്നിൽ നിന്നും അങ്ങയുടെ കയ്യിലേക്ക് ഇത് മാറ്റി വെക്കണം എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പറയുന്ന കുറച്ചു വരികൾ അത് നമുക്ക് വളരെ ആവശ്യമാണ്. 9-ാം സ്കന്ധത്തിലെ 4-ാം അധ്യായത്തിലെ 63, 64, 65, 66, 67 ശ്ലോകങ്ങളൊക്കെ ഗംഭീരം. സൗന്ദര്യോത്തരതോപി സുന്ദരതരം എന്ന് പറഞ്ഞ പോലെ അത്ര ഗംഭീരം. അഹം ഭക്തപരാധീനഹി അസ്വതന്ത്രൈവ ദ്വിജ സാധുവിർഗ്രസ്ത ഹൃദയോ ഭക്തൈ ഭക്തജനപ്രിയം ഏതാരകാരപുത്രാപ്താൻ പ്രാണാൻ വിത്തമിമം പരം ഹിത്വാമം ശരണം യാത കഥം ത്വം തെക്തുമുത്സഹേ.
ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കുകയാണ്. സമയത്തിന്റെ പരിധി ഉള്ളതുകൊണ്ടാണ് പോകുന്നത്. കണ്ടിന്യൂ വായിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ സമയം അനുവദിക്കണം. സാധവോ ഹൃദയം മഹ്യം സാധൂനം ഹൃദയം ത്വഹം മദന്യത്തേന ജാനന്തി നാഹം തേഭ്യോ മനാഗപി. എന്താ പറയുന്നത്? അഹം ഭക്ത അധീന. പറയൂ എല്ലാവരും, ഞാൻ ഭക്തന്റെ അധീനതയിലാണ്. എന്ന് വെച്ചാൽ ഭഗവാൻ ആരുടെ കൂടെയാണ് എപ്പോഴും? ഭഗവാൻ ഇത്ര ഉറപ്പ് തരികയാണ്, ഞാൻ എവിടെയോ അല്ല ഇരിക്കുന്നത്. നാഹം വസാമി വൈകുണ്ഠേ ന യോഗിനാം ഹൃദയേ. എത്ര ഗായന്തി മദ്ഭക്താ തത്ര തിഷ്ഠാമി നാരദ. എവിടെയാണ് ഭഗവാൻ? എവിടെയാണ് ഭഗവാൻ? ഗീത 13-ാം അധ്യായം 28-ാം ശ്ലോകം, ഭഗവത്ഗീത 13:28 ഗീത. ഇതൊക്കെ ഒന്ന് വായിച്ചു പഠിക്കൂ നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പ് വരും, നിങ്ങളൊറ്റയ്ക്കല്ല. നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. നിങ്ങളെ ഒറ്റപ്പെടുത്താൻ കാലത്തിനോ വിധിക്കോ ഒന്നിനും സാധ്യമല്ല. കാരണം നിങ്ങളെന്ന് പറയുന്നത് ഭഗവാന്റെ സന്നിധിയിൽ, ആ ഭഗവാന്റെ ഒരു അംശമായിട്ട്, ഭഗവാന്റെ ഒരു ഭാഗമായിട്ട് ഇരിക്കുന്നവരാണെന്ന് മനസ്സിലായില്ലേ? ആ ശ്ലോകം നോക്കൂ നിങ്ങൾ. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. കാണുന്നുണ്ടോ ശ്ലോകം? കാണുന്നുണ്ടോ? സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യസ്വ വിനശ്യന്തം യപശ്യതി സപശ്യതി. അർത്ഥം വല്ലതും ആവും അറിയില്ല. സമം സർവേഷു ഭൂതേഷു, സർവേഷു ഭൂതേഷു സമം. തിഷ്ഠ എന്ന് പറഞ്ഞാൽ കുടികൊള്ളുന്നു. ആര്? പരമേശ്വരം. ആരാ കുടികൊള്ളുന്നത്? പരമേശ്വരൻ കുടികൊള്ളുന്നു. എവിടെ കുടികൊള്ളുന്നത്? സർവഭൂതേഷു സമം. എല്ലാവരിലും ഒരേപോലെ ആര് കുടികൊള്ളുന്നു? ഭഗവാൻ കുടികൊള്ളുന്നു. വിനശ്യസ്സു, വിനാശമുള്ള ഈ ശരീരത്തിൽ, അവിനശ്യസ്സു, വിനാശമില്ലാത്തവനായി ഭഗവാൻ കുടികൊള്ളുന്നു. വിനാശമുള്ള ഈ ശരീരത്തിൽ അവിനാശിയായി ഭഗവാൻ ആരാണോ യപശ്യതി സപശ്യതി, ഉള്ളിലുള്ള പരമാത്മാവിനെ, ആത്മാവിനെ കാണുന്നത്, അവർ ഈശ്വരനെ ശരിക്കും കാണും. ഈശ്വരനെ കാണാൻ എങ്ങോട്ടാ നോക്കേണ്ടത്? ആത്മദർശനം, ഈശ്വദർശനം. ഭഗവാനെ കാണാൻ എങ്ങോട്ടാ നോക്കേണ്ടത്? ആത്മദർശനം, ഈശ്വദർശനം. പറയൂ. അതാണ് ഭാരത ഋഷിവര്യന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത്. മനസ്സിലായി? യപശ്യതി സപശ്യതി. ആരാണോ ഉള്ളിൽ കാണുന്നത് അവരാണ് ഈശ്വരനെ ശരിക്കും കാണുന്നത്. ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ ഇതൊക്കെ? ആരെങ്കിലും നമുക്കിതൊക്കെ മനസ്സിലാക്കി തന്നിട്ടുണ്ടോ? പറയൂ. നമ്മളിതൊന്നും അറിയുന്നില്ല. നമ്മുടെ ഉള്ളിലാണ് ആരിയ്ക്കുന്നത്? ഭഗവാൻ ഇരിക്കുന്നത് എന്നുള്ളത് ആരും പലർക്കും കൊണ്ട് ക്ലിക്ക് ചെയ്യുന്നില്ല. അത് നാരായണീയൊക്കെ വായിക്കുന്നുണ്ട്. നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്, ഭഗവാൻ ഗുരുവായൂരപ്പനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ഇത്രയും കാലം കരുതി അങ്ങ് അമ്പലത്തിന് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോഴാണ് പിന്നീട് ഈ സത്സംഗത്തിലൂടെയൊക്കെയാണ് മനസ്സിലായത്, ഈ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ, ശാസ്ത്രത്തിലൂടെയാണ് മനസ്സിലായത്, ഏവം ദുർലഭ്യവസ്തും നബി സുലഭതയാ ഹസ്തലബ്ധേ യദന്യൽ തൻവാവാജാദിയാവാ ഭജതി ഭജനക്ഷുദ്രദൈവ സ്ഫുടേയം ഏതേ താവത്പയന്തു സ്ഥിരതര മനസാ വിശ്വവീരാപഹത്തി നിശേഷമാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയാം. എന്താ പറയണത്? ഞാൻ ദുർലഭ്യ വസ്തുവാണ്, ക്ഷേത്രത്തിനകത്താണെന്നാ കരുതിയത്. ഇപ്പം മനസ്സിലായി, സുലഭതയാ ഹസ്തലബ്ധേ. എവിടെയുണ്ട്? സുലഭതയാ. എന്ന് പറഞ്ഞാൽ സുലഭമായിട്ട് എപ്പോഴും. ഹസ്തലബ്ധേ എവിടെയുണ്ട്? കൈകളിലുണ്ട് എന്ന് പറഞ്ഞാൽ ഉള്ളിലുണ്ട്. എത്ര പേർക്ക് അത് ബോധ്യം വന്നിട്ടുണ്ട്? ഇവിടെ ഇരിക്കുന്നവർക്ക് ഭഗവാൻ ഉള്ളിലാണെന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ബോധ്യം വന്നിട്ടില്ലെങ്കിൽ ഈ ജന്മം കഴിഞ്ഞു. ഇതാണ് ഇവിടെ പറയുന്നത്. അഹം ഭക്തപരാധീനഹി അസ്വതന്ത്രൈവ ദ്വിജാ
സാധുവിർഗ്രസ്ത ഹൃദയോ ഭക്തൈ ഭക്തജനപ്രിയ. ആരാണ് ഭക്തന്മാര്? അവർക്ക് നോക്കണം, ആരാ ഭക്തന്മാര്? ഏതാരകാരപുത്രാപ്തൻ. അവർക്ക് ഭാര്യയും മക്കളും വീടും കുടുംബമൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി കുറച്ചു നേരത്തേക്ക് മാറ്റിവെച്ച് മാമേവം ശരണം യാഥ, എൻ്റെ നാമത്തിൽ തന്നെ അങ്ങോട്ട് ശരണം പ്രാപിച്ചവരെ കഥം തെക്തുമുത്സഹേ, ഞാൻ എങ്ങനെയാണ് പറയൂ കൈവിടുന്നത്? അവർ കുറച്ചു നേരത്തേക്കെങ്കിലും എല്ലാം മറന്ന് നാമത്തിൽ മനസ്സിനെ അർപ്പിച്ചും ഉറപ്പിച്ചും ലയിപ്പിച്ചും മുന്നോട്ട് പോയാൽ ആര് കൈവിടില്ല? ആര് കൈവിടില്ല? അത് പരിശീലിപ്പിച്ചെടുക്കണം. മനസ്സിലായില്ലേ? ഈ അംബരീഷ ചക്രവർത്തി, രാജ്യം, സപ്തദ്വീപ്, ഈ ചിന്തകളൊക്കെ മാറ്റിയിട്ട് കുറച്ചു നേരം ഭഗവാനിൽ അങ്ങോട്ട് മനസ്സിനെ സമർപ്പിച്ച ആ മഹാനെ നോക്കിക്കൊണ്ട് പറയാണ്, ഞാൻ അദ്ദേഹത്തിനെ ഒരിക്കലും കൈവിടില്ല. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് ഹേ ദുർവാസ മഹർഷേ, അങ്ങയുടെ തപസ്സുകൊണ്ട് അങ്ങ് കേമനായി എന്ന് വിചാരിക്കണ്ട. തപസ്സെല്ലാം വിനയത്തിലേക്കും മനോബലത്തിലേക്കും വരുന്നില്ലെങ്കിൽ തപസ്സുകൊണ്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യൂ, നേരെ പൊയ്ക്കോളൂ. ആരെടുത്തേക്ക്? അംബരീഷന്റെ അടുത്തേക്ക്. ഭഗവാനും കേസ് കൈവിട്ടു. ദുർവാസാവ് വീണ്ടും ഓടുന്നു. എങ്ങോട്ട്? വന്നിടത്തേക്ക് തന്നെ. അവിടെ ചെന്ന് കൈകൂപ്പി നിന്നു. അപ്പോഴേക്കും ആ അംബരീഷൻ സുദർശനമൂർത്തിയെ തൊഴുത് നമസ്കരിച്ചപ്പോഴേക്കും സുദർശനം അപ്രത്യക്ഷമായി. ആ ദുർവാസാവ് അംബരീഷനെ നമസ്കരിച്ചിട്ട് പറയാണ്, അഹോ അനന്തദാസാനാം മഹത്വം ദൃഷ്ടമത്യമേ, ഭഗവാന്റെ ഭക്തന്റെ മഹത്വം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കണം, ഭഗവാൻ, നിങ്ങൾ ഭക്തരായി തീർന്നാൽ കാലത്തിനോ വിധിക്കൊന്നും നിങ്ങളെ തോൽപ്പിക്കാൻ സാധ്യമല്ല. നമ്മൾ അങ്ങനെ ഒരു ഭക്തി വളർത്തിയെടുത്തിട്ടില്ല. നമ്മുടെയൊക്കെ ഭക്തി എന്ന് പറഞ്ഞാൽ യാചനാ ഭക്തിയാണ്. നമ്മുടെയൊക്കെ ഭക്തി എന്ന് പറഞ്ഞാൽ ദ്വൈത ഭക്തിയാണ്. ഭഗവാൻ പുറത്താണ്, യാചിക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചത്. ഇനി അത് മാറ്റിയെടുക്കണം. ഭഗവാൻ എവിടെയുണ്ട്? അന്തരാത്മാവാണ്. യോന്ത സുഖോന്തരാരാമ. ഗീതയില് അഞ്ചാം അധ്യായത്തില് 22-ാം ശ്ലോകത്തിൽ പറയും, യോന്ത സുഖോന്തരാരാമ തദാന്തർജ്യോതിരേവച. 5:22 തോന്നണേ, ശ്ലോകം കറക്റ്റ് കൃത്യം ഓർമ്മ വരുന്നില്ല. യോന്ത സുഖോന്തരാരാമ തദാന്തർജ്യോതിരേവച യോഗി ബ്രഹ്മനിർവാണം. ആണോ? കറക്റ്റാണോ ശ്ലോകം? 4-ാം അധ്യായത്തിലാണ്, അല്ല 24-ാം ശ്ലോകം, 24. യോന്ത സുഖോന്തരാരാമ തദാന്തർജ്യോതിരേവച സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂയോ വികൽപ്പതേ. അങ്ങനെയല്ലേ? പന്തരാരാമ അന്തർജ്യോതി. ഈ ബോധമൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണരണം, ഉദിക്കണം, ഉയരണം. അതിലേക്കുള്ളൊരു പ്രയാണമാണ് നമ്മൾ ഈ സപ്താഹത്തിലൂടെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ക്രമേണ നമ്മൾ ഉള്ളിൽ ഭഗവാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നല്ല, അങ്ങനെ പറയില്ല. ഭഗവാനെ ഉള്ളൂ, ആ ബോധം വരണം. ഞാൻ ആ ഭഗവാന്റെ ഒരു അംശമാണ്. ഞാൻ ആ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. ആ ബോധത്തോടുകൂടി അങ്ങനെ ജപിച്ച് മനസ്സിനെ ഉറപ്പിച്ച് അംബരീഷനെ പോലെ ജീവിതത്തെ പൂർണ്ണമാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തുകയാണ്.